വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം നാം വായിച്ച് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് നമ്മെ തന്നെ പൂർണ്ണമായ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. 63-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. നിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എല്ലാവരും ചേർന്ന് പറയാം, നിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. ഹല്ലേലൂയ. தமிழில் சொல்லப்பட்டிருக்கிறது, ஜீவனை பார்க்கலும் உது கிருபை நல்லது, என் உதடுகள் உம்மை துதிக்கும். ஹல்லேலூயா. மலையாளத்திலும் தமிழில் இச்சிறு வித்தியாசங்கள் உண்டு. தமிழில் கிருபை என்கிற வார்த்தை எல்லா இடத்திலும் உபயோகிக்கப்பட்டிருக்கும். ஆனால் மலையாளத்தில் தயா, ആമേൻ, ഇറക്കം, ഹല്ലേലൂയ, സ്വത്ര, കൃപ എന്ന പല വാക്കുകൾ ആമേൻ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്വത്രം. എല്ലാം ഒന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ കൃപ ജീവനേക്കാൾ നല്ലതാകുന്നു. ആമേൻ. ദൈവത്തിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം ആലയത്തിൽ നാം വന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ ഒന്നും മാത്രം. ഈ 2023 വർഷത്തിൻ്റെ 9-ാം മാസം ജീവനോട് നാം ഇരിക്കുന്നു എങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ആമേൻ യെരേമിയാവ് ഇപ്രകാരം പറയുന്നു, ആമേൻ, സ്തോത്രം, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ கிருப ஒன்று மாத்திரம். நாங்கள் நிர்மூலமாகாமல் இருக்கிறது உம்முடைய சுத்த கிருபை. ஹல்லேலூயா. அந்த கிருபையை நினைத்து ஒரு நிமிஷம் கர்த்தரை துதிக்கலாமா? 2 கரங்களை உயர்த்தி, உடைக்கப்பட்ட நேரத்திலெல்லாம் என்னை உருவாக்கின கிருபை இது, உடைக்கப்பட்ட நேரத்திலெல்லாம் என்னை உருவாக்கின கிருபை இது. சத்தமாய் கிருபை. பிள்ளைகளும் சொல்லுங்க, அந்த கிருபை மாறாதே நல்ல கிருபை, கிருபை, கிருபை மாறாதே நல்ல கிருபை. சத்தமுயர்த்தி, உங்க கிருபைதான் என்னை தாங்குகின்றது, உங்க கிருபைதான் என்னை நடத்துகின்றது, உங்க கிருபைதான் என்னை தாங்குகின்றது, உங்க கிருபைதான் என்னை நடத்து. எல்லாரும் ஒருமிக்க, கிருபையே கிருபை மாறாது நல்ல கிருபை, கிருபை, கிருபை மாறாது நல்ல. ஹல்லேலூயா. ஆமென். கிருபை அல்லது கிருபா என்ற வாக்கு വിശുദ്ധ വേദ പുസ്തകത്തിൽ ഏതാണ്ട് 156 പ്രാവശ്യം പറയപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയ്ക്ക് പല അർത്ഥങ്ങളുണ്ട്. ഈ പകൽക്കാലം ഒരു 7 അർത്ഥങ്ങൾ ഞാൻ പറയാം. വേഗത്തിൽ നാം ചിന്തിക്കാം. പരിശുദ്ധാത്മാവ് നമ്മേൽ ആ കൃപ പൂർണ്ണമായി വെളിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. മോശെ പ്രകാരം പ്രാർത്ഥിച്ചു. ആമേൻ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. യാത്രാമത്തിൻ പുസ്തകം 33-ാം അധികാരം 16-ാമത് വസനം. ആമേൻ. എന്നോടും നിന്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോട് കൂടെ പോരുന്നതിനാൽ അല്ലയോ? അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. കൃപ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ഒരു പുതിയ മാസത്തിൽ നാം കടന്നു വന്നിരിക്കുന്നു. അവൻ ചിലർ പുതിയ ജീവിതങ്ങൾ ആരംഭിക്കും, ചിലർ പുതിയ ജോലികൾ ആരംഭിക്കും, ചിലർ ഹല്ലേലൂയ പുതിയ യാത്രകളിലേക്ക് പോകും, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുമെങ്കിൽ ഈ പുതിയതിന് ആവശ്യമായത് പഴയ കൃപയല്ല, ഒരു പുതിയ കൃപ, ഒരു പുതിയ അഭിഷേകം ദൈവം നമുക്ക് നൽകണം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ജീവിക്കുവാൻ ഇന്നലെ ഉള്ള കൃപ പോരത്തില്ല.
ഇന്നത്തേക്ക് ആവശ്യമായത് പുതിയ കൃപ വേണം. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം സദൃശ്യവാക്യങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ കൃപ ഓരോ ദിവസവും പുതിയതാകുന്നു. ഹല്ലേലൂയ കാലതോറും உம்முடைய கிருபை புதியதாக இருக்கிறது. நேற்றைக்குள்ள கிருபையினால இன்னைக்கு எதையும் செய்ய முடியாது. ஆனால் இந்த நாளுக்கு தேவையான கிருபையை கர்த்தர் இன்றைக்கு நமக்கு தர வேண்டும். ஆண்டவரே உம்முடைய கிருபை என் மேல இருக்கணும்ப்பா. ஹல்லேலூயா. യെശയ്യാ പ്രവാചകൻ പ്രകാരം പറഞ്ഞു 54-ാം അധ്യായം 10-ാം വാക്യത്തിൽ, മലകൾ വിലകിനാലും பர்வதங்கள் நிலை பெயர்ந்தாலும் என்னுடைய கிருபை உன்னை விட்டு விலகாமலும் என்னுடைய சமாதானத்தினுடைய உடன்படிக்கை நிலை பெயராமலும் இருக்கும். அதனுடைய அர்த்தம் என்னன்னா, ஆண்டவர் மாற மாட்டார். ஆண்டவருடைய கிருபைக்கு மாற்றமில்லை, ஆண்டவருடைய அன்புக்கு மாற்றமில்லை. அவர் பண்ணின உடன்படிக்கையில் நிலைத்திருப்பார். ஆனால் நானும் அதில் நிலைத்திருந்தால் எனக்கு அந்த கிருபை மாறாமல் இருக்கும். நான் மாறிட்டேனா, நான் அந்த கிருபை விட்டு விலகிட்டேனா, என் மேல அந்த கிருபைக்கு எந்த காரியத்தையும் செய்ய முடியாது. அல்லேலூயா, அல்லேலூயா. புரியுதா? ஆமென், அல்லேலூயா. கிருபை மாறல, ஆனால் கிருபை விட்டு நான் மாறுவதற்கான வாய்ப்புகள் ஏராளம் இருக்கிறது. കൃപ മാറിപ്പോകത്തില്ല, എന്നാൽ കൃപയെ വിട്ട് നമുക്ക് മാറുവാനുള്ള അവസരങ്ങളുണ്ട്. ഉടമ്പടി എന്ന് പറയുന്നത് രണ്ടുപേര് തമ്മിൽ ചെയ്യപ്പെട്ട അഗ്രിമെന്റാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ ചെയ്യപ്പെട്ട ഉടമ്പടിയാണ്, നിത്യ ഉടമ്പടിക്കയാണ്. എന്നാൽ ആ ഉടമ്പടിയിൽ ദൈവം മാറത്തില്ല. ഞാൻ പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ദൈവകൃപയെ നഷ്ടപ്പെടുത്തുമ്പോൾ ഞാൻ കൃപ വിട്ട് പോകുവാനുള്ള അവസരങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം ആരും ദൈവം നമുക്ക് നൽകിയ കൃപ നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, കണ്ണു തുറന്ന് എല്ലാവരും ചിന്തിക്കണം. അനേകർ ദൈവവചനം കേൾക്കുന്നു, അതിനായി സ്തോത്രം. ആമേൻ. എന്നാൽ വന്ന അത്ര പേരും കേൾക്കണം. ഹല്ലേലൂയ. ഓൺലൈനിൽ വാച്ച് ചെയ്യുന്നവർ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. വചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്, വചനമാണ് നമ്മെ നിലനിർത്തുന്നത്. കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവൻ മോശ പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഞങ്ങൾക്ക് ഇന്നലെ ഉള്ള കൃപ പോരാ, ഇന്ന് പുതിയ കൃപ വേണം. ആ കൃപ എന്ന് പറയുന്നത് ഞങ്ങളൊരു പുതിയ യാത്രയിലാണ്. ഹല്ലേലൂയ. ഈ യാത്രയിൽ ഞങ്ങളെ തനിച്ചു വിടരുത്, എന്നെ തനിച്ചു വിടരുത്, ഈ വലിയ കൂട്ടത്തെ ദൈവം തനിച്ചു വിടരുത്. എൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വരണം. മോശ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. 33:14 കർത്താവ് ഉത്തരം നൽകി. വായിക്കാം. അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്നരുളി ചെയ്തു. ഹല്ലേലൂയ. കുടുംബ ജീവിതങ്ങൾ ആരംഭിച്ചവരുണ്ട്, കോളേജുകളിൽ പോയി പഠിക്കുന്നവരുണ്ട്, സ്കൂളുകളിൽ പോയി പഠിക്കുന്ന കുട്ടികളുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്. ആമേൻ, ഹല്ലേലൂയ. വീട്ടിലിരിക്കുന്നവരുമുണ്ട്. എന്നാൽ എല്ലാവർക്കും ആവശ്യമായത് ഒന്നാണ്, കർത്താവിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ആരാധനയിൽ ദൈവ സാന്നിധ്യം എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? യേശു എൻ്റെ അടുത്തുണ്ട് എന്ന് ആമേൻ അനുഭവിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് അനുഭവിക്കുന്നവർ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവില്ലെങ്കിൽ നാം ഒന്നുമില്ല. നാം പാടി, ഹല്ലേലൂയ സ്തോത്രം, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ദൈവം അനുകൂലമെങ്കിൽ ആമേൻ പ്രതികൂലം ഏത്? അത് പാടുവാൻ നല്ലതാണ്, പറയുവാൻ നല്ലതാണ്. എന്നാൽ ദൈവം നമുക്ക് അനുകൂലമാണോ? ദൈവം നമ്മുടെ പക്ഷത്താണോ അല്ല നമ്മുടെ ശത്രു പക്ഷത്താണോ നിൽക്കുന്നത്? ദൈവം നമ്മെ വിട്ട് മാറിപ്പോയിട്ടുണ്ടോ? മോശയുടെ പ്രാർത്ഥന, കർത്താവേ ആ കൃപയെ ഒന്ന് വെളിപ്പെടുത്തണമേ. ആ കൃപ ഉണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളോടുകൂടെ വരണമേ. എൻ്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഞായറാഴ്ച ആരാധനയിൽ മാത്രമല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കേണ്ടത്. ഏതോ ഒരു ഉപവസിക്കുമ്പോൾ മാത്രമല്ല ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ടത്. അവൻ 139-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നതും നടക്കുന്നതും നിൽക്കുന്നതും കിടക്കുന്നതുമെല്ലാം നീ അറിയുന്നു. നിന്റെ സാന്നിധ്യം വിട്ടും ഞാൻ എവിടേക്ക് ഓടും? അതെ, ഹല്ലേലൂയ. 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ 24 മണിക്കൂറും ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിലായിരിക്കണം. ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 7 ദിവസവും കർത്താവേ അങ്ങയുടെ
സാന്നിധ്യം ഞാൻ അനുഭവിക്കണം കർത്താവേ. ദൈവ സാന്നിധ്യമില്ലാതെ നാം ഒന്നും ചെയ്യുവാൻ പാടില്ല. ദൈവ സാന്നിധ്യമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങളും തുടങ്ങരുത്. ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമ്മുടെ ജീവിതം ശൂന്യമായി പോകും. ഇന്ന് പകൽക്കാലം കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൂടെ വരണമേ. അങ്ങയുടെ കൃപ എനിക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഇത്രയും വലിയ പുരുഷാരം 20 ലക്ഷം പേരെ കൂട്ടിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ അങ്ങ് മാത്രം ഞങ്ങളോട് കൂടെ ഇല്ലെങ്കിൽ വലിയ ദുർഘടങ്ങളുണ്ട്, മരുഭൂമിയുണ്ട്, വെള്ളമില്ലാത്ത അവസ്ഥകളുണ്ട്, കയ്പിന്റെ അനുഭവങ്ങളുണ്ട്, പിറുപിറുപ്പിന്റെ അനുഭവങ്ങളുണ്ട്. അമലേക്കിന്റെ ശക്തികൾ വന്ന് ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരാം. എന്തെല്ലാം വിഷയമുണ്ടെന്ന് ഞങ്ങൾക്കറിയത്തില്ല. എന്നാൽ ഞങ്ങളുടെ മുൻപിലുള്ള ഞങ്ങളുടെ ജീവിത യാത്രയിൽ എന്തെല്ലാം പ്രതികൂലമുണ്ടെന്ന് കർത്താവിന് അറിയാം. എന്തെല്ലാം പോരാട്ടമുണ്ടെന്ന് ദൈവത്തിന് അറിയാം. എന്തെല്ലാം തകർച്ചകളുണ്ടെന്ന് ദൈവത്തിന് അറിയാം. എന്നാൽ ആ തകർച്ചകളുടെ നടുവിൽ, ആ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒരു അനർത്ഥവും വിസനത്തിന് ഹേതുവായി തീരാതെ വേണം. സകലതും നന്മയ്ക്കായി ചെയ്യുന്ന കർത്താവിന്റെ സാന്നിധ്യം എന്റെ കൂടെ വരണമേ. ഹല്ലേലൂയ. ഈ പുതിയ ദിവസത്തിൽ, പുതിയ മാസത്തിൽ നമ്മുടെ പ്രാർത്ഥന അതുവായി തീരട്ടെ. കർത്താവേ, അങ്ങയുടെ കൃപ എനിക്ക് വേണം. ഹല്ലേലൂയ. ആമേൻ. ഈ ആലയത്തിലിരിക്കുന്ന അത്ര പേരുടെ മേൽ കൃപ വ്യാപരിക്കട്ടെ. ആമേൻ. കൊച്ചു പൈതങ്ങളുടെ മേൽ കൃപ വ്യാപരിക്കട്ടെ. യൗവനക്കാരുടെ മേൽ കൃപ വ്യാപരിക്കട്ടെ. വാർദ്ധക്യ പ്രായത്തിലിരിക്കുന്നവരുടെ മേൽ കൃപ വ്യാപരിക്കട്ടെ. കൃപ ലഭിച്ചവരുമുണ്ട്, കൃപ ലഭിക്കാത്തവരുമുണ്ട്. ആമേൻ. കൃപ ലഭിച്ചവരുമുണ്ട്, കൃപ ലഭിക്കാത്തവരുമുണ്ട്. കൃപ ലഭിച്ചിട്ട് ആ കൃപയെ കാത്തുകൊണ്ടവരും, അല്ലെങ്കിൽ ആ കൃപയിൽ തന്നെ അവസാനം വരെ നിന്നവരുമുണ്ട്. കൃപ നഷ്ടപ്പെടുത്തിയവരുമുണ്ട്. ഹല്ലേലൂയ. പറയുന്ന ഓരോ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ. കൃപ ലഭിച്ചവരുണ്ട്, കൃപ ലഭിക്കാത്തവർ ഉണ്ട്. ലഭിച്ച കൃപയിൽ അവസാനം വരെ നിന്നവരുമുണ്ട്. ലഭിച്ച കൃപയെ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടുത്തിയവരും ബൈബിളിൽ നമുക്ക് കാണാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. മറിയയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ആർക്ക്? മറിയയ്ക്ക്. മറിയയോട് വന്ന ദൂതൻ പറഞ്ഞു, നിനക്ക് ഒരു മകൻ ജനിക്കും. മറിയ ചോദിച്ചു, എനിക്ക് വിവാഹമായിട്ടില്ല, പുരുഷനില്ല, ഭർത്താവില്ല, ഇത് എങ്ങനെ സംഭവിക്കും? ആ കൃപ ലഭിച്ചവൾക്ക് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞ ഉത്തരം, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, നിനക്ക് ഒരു വിശുദ്ധ പ്രഭ അല്ലെങ്കിൽ വിശുദ്ധ പൈതൽ നിന്നിൽ ജനിക്കും. ആമേൻ. മറിയയ്ക്ക് കൃപ ലഭിച്ചു. പറഞ്ഞേ. ഇതേ ദൂതൻ തൊട്ടടുത്ത് മറ്റൊരു വ്യക്തിയുടെ അടുത്ത് പോയി. ആരാ? സക്കറിയാവ്. സക്കറിയാവിൻ്റെ അടുത്ത് പോയും പറഞ്ഞു, ആമേൻ, നിനക്ക് ദൈവം ഒരു മകനെ തരും. എന്നെ തരും? മകനെ തരും. സ്തോത്രം. ഇത് കേട്ട ഉടനെ സക്കറിയാവ് പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കും? മറിയയും ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കുമെന്ന്. സക്കറിയാവ് ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കുമെന്ന്. മറിയയുടെ ദൂതൻ അടച്ചില്ല. മറിയയ്ക്ക് ഉത്തരം പറഞ്ഞു കൊടുത്ത്. അതിൻ്റെ പേരാണ് കൃപ. സക്കറിയാവ് ചോദിച്ചു, അവന് ഉത്തരം പറഞ്ഞില്ല. ആ കുഞ്ഞ് ജനിക്കുന്നത് വരെ അവൻ്റെ ദൈവം അടച്ചു. അവനോട് പറഞ്ഞു, തക്ക കാലത്ത് നടക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വാക്ക് നീ വിശ്വസിക്കാത്തത് കൊണ്ട് ഈ കുഞ്ഞ് ജനിക്കുന്നത് വരെ നീ സംസാരിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? കൃപ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ഉത്തരങ്ങൾ ദൈവം പറഞ്ഞു തരും. കൃപ ഇല്ലെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്യും. എന്നാലും ഹല്ലേലൂയ, സ്തോത്രം, വീണ്ടും വീണ്ടും ചിലതെല്ലാം പഠിപ്പിച്ചുകൊണ്ട് ദൈവം ഇരിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ചിലരെ ദൈവം തള്ളിക്കളയുന്നു, ചിലരെ ദൈവം ചേർത്ത് കൊള്ളുന്നു. എന്താ കാരണം? ചിലർക്ക് ദൈവത്തിൻ്റെ കൃപ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് മോശ പ്രാർത്ഥിച്ചത്, കർത്താവേ, ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുൻപ് വെള്ളി വേണം, സ്വർണം വേണം, ആമേൻ, ഡോളർ വേണം എന്നല്ല പ്രാർത്ഥിച്ചത്. കർത്താവേ, ഞങ്ങൾക്ക് നല്ല AK-47 വേണമെന്നല്ല പ്രാർത്ഥിച്ചത്. ഇല്ല, ഞങ്ങൾക്ക് പോകുവാൻ ഇടത്തെല്ലാം ആവശ്യമായ സകലതും വേണം എന്നല്ല പ്രാർത്ഥിച്ചത്. ആമേൻ, സ്തോത്രം. ചില പിള്ളേരെ വിവാഹം കഴിച്ചടയ്ക്കുമ്പോൾ ചോദിക്കുമല്ലോ അപ്പനോട് അമ്മയോട്, എനിക്കിത് വേണം, ഇന്ന സാരി വേണം, ഇന്ന അലമാറ വേണം, ഇന്ന കട്ടിൽ വേണം, ഇന്ന മെത്ത വേണം. ആമേൻ, ഹല്ലേലൂയ. സ്വത്രം. ഇപ്പോഴേ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്കൂളിൽ പോകുമ്പോൾ ഇന്നതെല്ലാം വേണം. ഹല്ലേലൂയ. ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ചോദിക്കും. മോശ 20 ലക്ഷം പുരുഷാരത്തെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ ചോദിക്കുവാൻ ഒരുപാട് ആവശ്യങ്ങൾ മോശയുടെ മുൻപിലുണ്ട്. എന്നാൽ മോശ ചോദിച്ചത് ഒന്നേ ഒന്ന് മാത്രം, കർത്താവേ, ആമേൻ, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമായി ആമേൻ വെളിപ്പെടുവാനുള്ള അങ്ങയുടെ കൃപ എനിക്ക് വേണം. ഈ കൃപ വെളിപ്പെട്ടാൽ മാറയെ മധുരമാക്കുവാൻ ദൈവത്തിന് കഴിയും. എൻ്റെ പോരായ്മകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. എൻ്റെ കുറവുകളെ പരിഹരിക്കുവാൻ ദൈവത്തിന് കഴിയും. എനിക്കെതിരെ വരുന്ന യുദ്ധങ്ങളിൽ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, യുദ്ധം ചെയ്യുവാൻ ദൈവമുണ്ടാകും. ആമേൻ. എൻ്റെ കുടുംബത്തിൽ വരുന്ന വിഷയങ്ങൾ പരിഹരിക്കുവാൻ, എൻ്റെ തലമുറകളുടെ മേൽ വരുന്ന വിഷയങ്ങൾ പരിഹരിക്കുവാൻ, എൻ്റെ ജീവിത പങ്കാളിയുടെ ആമേൻ, ഹല്ലേലൂയ, മേഖലകളിൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ആ കൃപ ഒന്ന് മാത്രം മതി. ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നു, കർത്താവേ, അങ്ങയുടെ കൃപ എനിക്ക് വേണം, അങ്ങയുടെ കൃപ എൻ്റെ സന്തതികളുടെ മേൽ വെളിപ്പെടണം, അങ്ങയുടെ കൃപ എൻ്റെ കുടുംബത്തിൽ വെളിപ്പെടണം, അങ്ങയുടെ കൃപ ഞങ്ങളുടെ സഭയിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. ആമേൻ. 2 കൃപ ഉണ്ടെങ്കിൽ പാപമോചനം ലഭിക്കും, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് നമുക്ക് ഹല്ലേലൂയ ശമനം ലഭിക്കും. ആമേൻ. സദൃശവാക്യങ്ങൾ 28:13 ഇപ്രകാരം പറയുന്നു. സദൃശവാക്യങ്ങൾ, നീതിമൊഴികളും പുസ്തകം, ആമേൻ, ഡയറി ബുക്ക് എല്ലാവരും കൊണ്ടുവന്നിരിക്കുക, സ്വത്രം എഴുതണം. ആമേൻ, ഹല്ലേലൂയ. നീതിമൊഴികൾ 28:13. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. മലയാളത്തിൽ കരുണ, ദയ, കൃപ. എന്നാൽ തമിഴിൽ சொல்லப்பட்டிருக்கிறது, தன் பாவங்களை மறைக்கிறவன் வாழ்வடைய மாட்டான், அவைகளை அறிக்கை செய்து விட்டு விடுகிறவனோ இரக்கம் பெறுவான். ഹല്ലേലൂയ. പാപത്തോട് നിൽക്കുന്ന ഒരു മനുഷ്യന് കൃപ ലഭിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. പാപം ഏറ്റുപറയാത്ത ഒരു മനുഷ്യന് ലഭിക്കത്തില്ല, കൃപ ലഭിക്കത്തില്ല. അവൻ ഇതിന് ഒരു ഉദാഹരണം പറയാം. 2 വ്യക്തികൾ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വന്നു. ആമേൻ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ആമേൻ. 2 വ്യക്തികൾ ഇതുപോലെ ഒരു ഞായറാഴ്ച ദിവസം ഒന്ന് വെച്ചുകൊള്ളാം, പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ വന്നു. ആലയത്തിൽ വന്നിട്ട് ഒരു മനുഷ്യൻ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ വിശുദ്ധനാണ് എന്നുള്ള ഭാവനയിൽ നിന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ ചുങ്കക്കാരനെ പോലെയല്ല, പാപികളെ പോലെയല്ല, ഈ നിൽക്കുന്ന മനുഷ്യനെ പോലെയല്ല, അതിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരൊന്ന് നോക്കിയേ, അവരെക്കാളും നമ്മൾ വിശുദ്ധന്മാരാ, അല്ലേ? ഹല്ലേലൂയ. ആമേൻ. അടുത്തിരിക്കുന്ന ആളെക്കാളും ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാ. ഇവരൊന്നും ഉപവാസത്തിനൊന്നും വന്നില്ല, ഞാൻ എല്ലാ ദിവസവും വന്നു. ഇവർ സ്വത്രകാഴ്ച ഒന്നും കൊടുക്കത്തില്ല, ഞാനെല്ലാം കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാത്തിലും നമ്പർ 1. ഇവർ പ്രാർത്ഥിക്കത്തില്ല, ഞാൻ പ്രാർത്ഥിക്കും. ഇവർ സാക്ഷ്യം പറയത്തില്ല, ഞാൻ സാക്ഷ്യം പറയും. പാസ്റ്ററിന് ഞാനാണ് വലങ്കരം എന്ന് പറഞ്ഞു നിൽക്കുന്ന പരിചയം അവിടെ ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. നിഗളികൾക്ക് കൃപ നഷ്ടപ്പെട്ടു പോകും. ജീവിതത്തിൽ அது பெருமை வந்துட்டா கிருபை இழந்துருவோம். சொல்லுங்க. ஜெபிக்கிற கிருபை எப்போ போச்சுன்னு நமக்கு தெரியாது. பாடுகிற கிருபை எப்போ நமக்கு போச்சுன்னு தெரியாது. சிலர் பாட்டு பாடினா நல்ல அபிஷேகமாக இருக்கும். இப்போ பாட்டு பாடினா பக்கத்தில் இருக்கிறவங்களுக்கு வெறுப்பாக இருக்குது. சிலர் ஜெபம் பண்ணால் அப்படி அபிஷேகம் இறங்கும். இப்போ அவங்க பக்கத்தில் இருந்தால் பக்கத்தில் இருக்கிற ஆளுக்கு உறக்கம் வருது. ஹல்லேலூயா. சிலரை பார்த்த உடனே ஒரு சந்தோஷம் இருக்கும்.
ஆமென். ஹல்லேலூயா. சகோதரி சகோதரா, நீங்கள் வந்தது எங்களுக்கு ரொம்ப சந்தோஷம்னு சொன்னாங்க. ஆனால் இன்னைக்கு அப்படி இல்லைன்னா கிருபை இழந்து போனோம். கிருபையை இழந்து போனோம். பெருமையுள்ளவர்களுக்கு கர்த்தர் எதிர்த்து நிற்கிறார். ஆமென். பயங்கரமான ஆமென். ஹல்லேலூயா. ஸ்தோத்திரம். மகிமையாய் உருவாக்கப்பட்டவன் தான் லூசிபர். அவனுக்கு அவ்வளவு அழகு, அவனுக்கு அவ்வளவு திறமை, அவன் சிறகு அப்படியே விடத்துனான், அவ்வளோ மியூசிக்கு, அவ்வளவு மகிமையான பாட்டு, இதெல்லாம் வெளிப்பட்டது. ஆனால் இருதயத்தில் வந்த கொஞ்சம் பெருமை அவனை என்றென்றைக்குமாய் தள்ளி போட்டது. பெருமையுள்ளவர்களுக்கு தேவன் വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായത്തിൻ്റെ 13 വാക്യം. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ പാപിയായ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നെ ഉണ്ടാകണമേ, കരുണ ഉണ്ടാകണം. എല്ലാവരും പറഞ്ഞേ, கிருபையாயிரும், பாவியாகிய என்மேல் கிருபையாயிரும். ஹல்லேலூயா. ஆலயத்தில் வந்திருக்கிற நம்மை ஆண்டவர் பார்க்கிறார். ஹல்லேலூயா. அவன் பிள்ளைகளெல்லாம் கவனிங்க, யாரும் யாரையும் ஒப்புமைப்படுத்தி சொல்லக்கூடாது. நான் அவங்கள விட நல்லவன் என்று மனசில் நினச்சிடக்கூடாது. அவங்களோட பெரிய ஆள் அப்படின்னு நம்ம நினச்சிடக்கூடாது. அவங்களோட நல்லா ஜெபிக்கிறோம் அப்படின்லாம் நினச்சிடக்கூடாது. நம்ம வந்தோமா, நமக்கும் ஆண்டவருக்கு இடையில் ஒரு உறவு, നമുക്കും ദൈവത്തിനും ഇടയിൽ തന്നെ ഒരു സംസാരം. കർത്താവിനോട് സംസാരിക്കണം. കർത്താവ് പറയും, ആ ദൈവിക സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നീതിയെല്ലാം അഴുക്കാன கந்தை, நம்முடைய வாழ்க்கையெல்லாம் கரை புரண்ட வஸ்திரம். அந்த ஆயக்காரன் ஜெபிக்கிறான், ആ സിംഹക്കാരൻ പ്രാർത്ഥിക്കുന്നു, പാപിയായി എന്നോട് കരുണ ഉണ്ടാകണമേ. കർത്താവേ, മനസ്സലിയണമേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റിയിട്ടുണ്ട് കർത്താവേ. ഇന്നലകളിൽ ഞാൻ തെറ്റിയിട്ടുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ തെറ്റിയിട്ടുണ്ട്, ദൈവത്തെ വിട്ട് ഞാൻ അകന്നു പോയിട്ടുണ്ട്. എന്നോട് കൃപയുണ്ടാകണമേ. ഹല്ലേലൂയ. അപ്പന് 2 മക്കൾ, മൂത്തവൻ വീട്ടിൽ തന്നെ ഉണ്ട്. മൂത്തവൻ അപ്പൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. മൂത്തവൻ ഹല്ലേലൂയ അപ്പൻ്റെ കൃഷി നോക്കുന്നുണ്ട്. മൂത്തവൻ അപ്പൻ്റെ പറമ്പിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൻ്റെ കന്നുകാലികളെല്ലാം നോക്കുന്നുണ്ട്. എന്നാൽ ഇളയവൻ അപ്പനെ വിട്ട് ദൂരമായി പോയി. ആമേൻ. അപ്പൻ്റെ ആസ്തിയെ കൊണ്ടുപോയി, അപ്പൻ്റെ പണമെല്ലാം ചെലവാക്കി. എന്നാൽ ഒരു ദിവസമായപ്പോൾ അവൻ ഇളയവന് മനസ്സിലായി, ഞാൻ ചെയ്തത് തെറ്റാണ്. എനിക്കൊരു ആമേൻ ഹല്ലേലൂയ പക്ഷതാപമുണ്ട്. എൻ്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു. ഞാൻ അപ്പൻ്റെ അടുക്കിലേക്ക് പോകും. അവൻ കടന്നു വന്നു. എന്നാൽ മൂത്ത സഹോദരനോ, അകത്ത് നിന്നവൻ പുറത്തായി പോയി. കാരണം എന്താ? അവൻ പുറത്ത് നിന്നവന് കൃപ ലഭിച്ചു, അകത്ത് നിന്നവന് കൃപ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? தேவனுடைய வார்த்தை தெளிவாய் சொல்லுகிறது. நிற்கிறேன் என்று சொல்லுகிறவன் விடாதபடிக்கு எச்சரிக்கையா இருக்க கடவன். நிற்பதும் கிருபைதான், நிர்மூலமாகாமல் இருப்பதும் கிருபைதான். எல்லாம் கிருபைதான், 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 கிருபைதான். எல்லாம் கிருபைதான், 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 கிருபைதான். எல்லாம் கிருபைதான், கிருபைதான், கிருபைதான். மலை விலகிடும், நிலை பெயர்ந்திடும், மாறிடாததும் கிருபை ஒன்றுதான். மலை விலகிடும், நிலை பெயர்ந்திடும், மாறிடாததும் கிருபை ஒன்றுதான். கிருபைதான், கிருபைதான், கிருபைதான். எல்லாம் கிருபைதான், கிருபைதான், கிருபைதான். ഹല്ലേലൂയ. ഒന്ന്, കൃപ ലഭിച്ചാൽ ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ട്. 2, കൃപ ലഭിച്ചവർക്ക് പാപക്ഷമ ലഭിക്കും. പാപങ്ങൾ എതുവായാലും, എത്ര വലിയ പാപമായാലും കർത്താവ് നമുക്ക് ക്ഷമിക്കും. പാപക്ഷമ ലഭിച്ചവർ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോകരുത്. അവൻ വീണ്ടും വീണ്ടും അടി വാങ്ങരുത്. അവൻ മടങ്ങി വന്ന് കർത്താവിന് വേണ്ടി നിൽക്കണം.
ഹല്ലേലൂയ. 3, കൃപ ലഭിച്ചാൽ നാശത്തിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. വരുവാനുള്ള കോപത്തിൽ നിന്ന്, ആമേൻ, ഹല്ലേലൂയ, വലിയ ആമേൻ അനർത്ഥങ്ങളിൽ നിന്ന് കൃപയുള്ളവനെ ദൈവം രക്ഷിക്കും. എല്ലാവരുടെ അടുത്തുള്ളവരെ കൈ കൊടുത്തെന്ന് പറഞ്ഞേ, കൃപയുള്ളവൻ അവൻ വീണ്ടെടുക്കപ്പെടും. കൃപ ഉള്ളവൻ ലോകത്തോട് ഒരുമിച്ച് അഴിയത്തില്ല. ആമേൻ, 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 ഹല്ലേലൂയ. വലിയ വെള്ളപ്പൊക്കം വരാം, വലിയ സുനാമികൾ വരാം, വലിയ കൊറോണ വരാം, ഏത് പ്രശ്നം വന്നാലും കൃപ ഉള്ളവനെ ദൈവം സംരക്ഷിക്കും. ഹല്ലേലൂയ. ഈ കൊറോണ കാലത്തെല്ലാം ദൈവം നമ്മെ കാത്തത്, നമ്മെ രക്ഷിച്ചത് നമ്മുടെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ ആമേൻ നമ്മുടെ ഹല്ലേലൂയ സ്വന്തം കഴിവോ ആമേൻ പ്രശസ്തിയോ പേരോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രം. ആമേൻ. എത്രയോ പേർ ലക്ഷങ്ങൾ മുടക്കി പണമുണ്ടായിട്ട് ചികിത്സിച്ച് ആമേൻ അവരെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. അവൻ എത്ര പേർ മരിച്ചു, അവിടെ അടക്കം ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൃപ ഒന്നു മാത്രം കൊണ്ട് ഈ മലമ്പ്രദേശങ്ങളിൽ ജീവിച്ച നമ്മയും ദൈവം സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ മനസ്സലിവ്, ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രം. ഇന്ന് നാം ജീവനോടുകൂടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ നോഹയ്ക്കോ യഹോവയുടെ കൃപ ലഭിച്ചു. എല്ലാവരും ചേർന്ന് വായിക്കാമോ? നോഹയ്ക്കോ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. நோவாவுக்கோ கர்த்தருடைய கண்களிலே கிருபை கிடைத்தது. ஹல்லேலூயா, ஆமென். இந்த கால வேளையில் இந்த ஆலயத்துக்குள்ள இருக்கிற அத்தனை பேரோட மேலும் தேவனுடைய கிருபை வெளிப்படுவதாக. ஆமென். இன்னைக்கு இந்த செய்தியை கேட்டுக்கொண்டிருக்கிற ஒவ்வொருவர் மேலும் தேவனுடைய கிருபை வெளிப்படுவதாக. நாம் கிருபையை பெற்றுக்கொள்வதற்கு பாத்திரவான்களாக இருக்கணும். ஒரு பெரிய அழிவு வரப்போகிறது, ஒரு பெரிய பஞ்சம் வரப்போகிறது, ஒரு பெரிய ஹல்லேலூயா போராட்டம் தேசங்களை சந்திக்க போகிறது. அழிக்கப்படாதபடிக்கு நானும் என்னுடைய வீடும் காக்கப்பட வேண்டும் என்றால் தேவனுடைய கிருபை எனக்கு தேவை. ஹல்லேலூயா. நம்முடைய பிள்ளைகள் காக்கப்பட வேண்டும் என்றால் தேவ கிருபை தேவை. ஹல்லேலூயா, ஆமென். கொரோனா காலகட்டத்தில் நிறைய பேருக்கு பேங்க்ல டிபாசிட் இருந்தது, நிறைய பேருக்கு பணங்கள் ஏராளமாக இருந்தது, நிறைய பேருக்கு வசதிகள் இருந்தது, சொந்த பந்தங்கள் இருந்தார்கள். ஆனால் அவங்களுடைய பணம் அவர்களை காப்பாற்றவில்லை, அவங்களுடைய சொந்த பந்தங்கள் அவர்களை காப்பாற்றவில்லை, அவங்களுடைய படிப்பு அவர்களை காப்பாற்றவில்லை, மல்டி ஸ்பெஷாலிட்டி ஹாஸ்பிட்டல் அவர்களை காப்பாற்றவில்லை. ஆனால் தைரியமா சொல்ல முடியும், யார் மேல கர்த்தர் கிருபை வைத்தாரோ அந்த கிருபையை பெற்றவர்கள் எல்லாம் தேவனாலே காக்கப்பட்டார்கள். இன்னைக்கு ஜெபிக்கணும், ஜெபத்தில் ஒவ்வொரு நாளும் சொல்லணும், ஆண்டவரே ஆமென், உம்முடைய கிருபை என்னை விட்டு விலக்காமல் இருமப்பா. ஓ, என்னை விட்டு என்ன மாறக்கூடாது, உம்முடைய கிருபையை மட்டும் எடுத்துறாதீங்க ஆண்டவரே. ஹல்லேலூயா, 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 ஆமென். இந்த லைட் நல்லா பிரகாசித்து கொண்டிருக்கு. கரண்ட் போச்சுன்னா இந்த லைட்டினுடைய பிரகாசம் போச்சு. இந்த மைக்கு நல்ல சத்தம் கொடுத்து கொண்டிருக்கிறது. கரண்ட் போச்சுன்னா இந்த மைக்கினுடைய சத்தம் போச்சு. பக்கத்தில் இருக்கிறவங்கள பார்த்து சொல்லுங்க, கிருபை போச்சுன்னா நீங்களும் நானும் அப்படிதான். எப்படி என்னது? ஹல்லேலூயா. இந்த கிருபை இருக்கிற வரைக்கும் முகத்தில் நல்ல பிரகாசம் இருக்குங்க. கிருபை இருக்கிற வரைக்கும் முகத்தில் நல்ல சந்தோஷம் இருக்குங்க. கிருபை இருக்கிற வரைக்கும் நல்ல அபிஷேகம் இருக்கும். கிருபை இருந்தால் ஆண்டவரை நல்லா ஊழியம் செய்ய முடியும். ஹல்லேலூயா. கிருபையில் வளரணும். சொல்லுங்க, கிருபையில் என் குமாரனாகிய தீமோத்தேயுவே, கர்த்தரிலும் அவருடைய கிருபையிலையும் பலப்படுவாயாக. ஹல்லேலூயா. என்ற மகனாய தீமோத்தேயுவே, நீ என்ன செய்யணும்? கிறிஸ்து இயேசுவில் உள்ள கிருபையில் சக்திப்படுக. கிருபையில் சக்திப்படணும். லூக்கா 2:52, லூக்கோஸ் 2:52, கர்த்தாவா இயேசு கிறிஸ்து கிருபையில் வளர்ந்தோ. ஆமென்,
ഹല്ലേലൂയ. ഇന്നലകളിലുള്ള കൃപയിലല്ല നാം ജീവിക്കേണ്ടത്. ഓരോ ദിവസവും നമുക്ക് ആവശ്യമായ കൃപ വേണം. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. കൃപ ലഭിച്ചത് കൊണ്ട് നോഹയുടെ ഭാര്യ, നോഹയുടെ 3 മക്കളുടെ ഭാര്യയെല്ലാം പെട്ടകത്തിൽ സംരക്ഷിക്കപ്പെട്ടു. കൃപ ലഭിച്ചവർ കുടുംബമായി രക്ഷിക്കപ്പെടും. കൃപ ലഭിച്ചവരിൽ ഒരു സന്തതി പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് കൃപ ലഭിച്ചെങ്കിൽ നിന്റെ ഭാര്യയ്ക്കും ആ കൃപയിൽ പങ്കാകണം. എനിക്ക് ലഭിച്ച കൃപയിൽ എൻ്റെ ഭാര്യ മാത്രമല്ല, മക്കൾക്കും, ആമേൻ, മക്കളുടെ ഭാര്യമാർക്കും, കുടുംബത്തിനും, സഭയ്ക്കും പങ്ക് ഉണ്ടാകണം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? നോഹയ്ക്ക് ലഭിച്ച കൃപ ഒന്നും കൊണ്ട് മാത്രം നോഹയുടെ ഭാര്യ രക്ഷിക്കപ്പെട്ടു. ആ കൃപ ഒന്ന് മാത്രം ആമേൻ നോഹയുടെ 3 മക്കളും രക്ഷയിലേക്ക് വന്നു. 3 മക്കളുടെ ഭാര്യമാരും പറഞ്ഞു, ഈ ദൈവം മാത്രം ഞങ്ങൾക്ക് മതി, ഞങ്ങളും ഈ പെട്ടകത്തിൻ്റെ അകത്ത് വരാം. ഇന്ന് പകൽക്കാലം നമ്മുടെ കുടുംബത്തിൽ കൃപ വെളിപ്പെടട്ടെ. യേശുവേ, എൻ്റെ കുടുംബത്തെ വിട്ട് ആ കൃപ പോകരുത് കർത്താവേ. എൻ്റെ കുടുംബത്തിൽ ആ കൃപ വെളിപ്പെടണം. ഹല്ലേലൂയ. നിങ്ങൾ കാണണം, ആത്മാവിൽ കാണണം. ഹല്ലേലൂയ. ഒരു മേഘം ആമേൻ നമ്മുടെ വീട്ടിൻ്റെ മേൽ വന്ന് ഇറങ്ങുന്നത് പോലെ, ഒരു മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ, ഒരു മഴ പെയ്തിറങ്ങുന്നത് പോലെ നമ്മുടെ ഭവനത്തിൻ്റെ മേൽ, നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ആമേൻ ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുന്നത് കാണണം. ഹല്ലേലൂയ. ഇനിയും ഒന്നുകൂടെ ഞാൻ പറയാം. ആമേൻ, നമ്മെ എല്ലാ മനുഷ്യൻ കാണേണ്ടത് നമ്മേൽ വ്യാപരിക്കുന്ന കൃപ കണ്ടു കഴിഞ്ഞാൽ, ആമേൻ, ശത്രു ചെയ്യുന്ന തീ അമ്പുകളെ ഈ കൃപ തടഞ്ഞു നിർത്തും. അവൻ സുനാമികളെ ഈ കൃപ തടഞ്ഞു നിർത്തും. അവൻ ബാധകളെ, അന്ധകാര ശക്തികളെ, മന്ത്രവാദത്തെ, ആഭിചാരത്തെ, നേർച്ചകാഴ്ച ശക്തികളെ, പാരമ്പര്യത്തിന്റെ കെട്ടുകളെ എല്ലാം ഈ കൃപ വലയമായി നിൽക്കുമ്പോൾ കൃപയുള്ളവനെ തൊടുവാൻ ഈ ഒരു ബന്ധനത്തിനും കഴിയത്തില്ല. ഈ ലോകത്തിലെ ഒരു മന്ത്രവാദിക്കും നിന്നെ ബന്ധിക്കുവാൻ കഴിയത്തില്ല. കാരണം എന്റെ മേൽ വ്യാപരിക്കുന്നത് മാനുഷികമായ ശക്തിയല്ല, അത് ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. 4-മതായി, കൃപ എന്ന് പറയുന്നത് ശക്തിയാണ്. പറഞ്ഞേ. 1 കൃപ, ദൈവ സാന്നിധ്യം. 2 കൃപ, പാപത്തിൽ നിന്ന് മോചനം. 3 കൃപ, ഹല്ലേലൂയ, അത് നാശത്തിൽ നിന്നുള്ള വിടുതൽ. 4 കൃപ എന്ന് പറയുന്നത് ശക്തി. പറഞ്ഞേ, ദൈവശക്തി. വാ തുറന്ന് പറഞ്ഞേ, ദേവശക്തി. കൃപ ഒന്ന് പറയണം. പറയുമ്പോൾ തന്നെ ആ ശക്തി വെളിപ്പെടണം. ഹല്ലേലൂയ. പൗലോസ് നമ്മെപ്പോലെ ബലഹീനമായ ഒരു മനുഷ്യൻ. ചിലർ പറയുന്നു പൗലോസിൻ്റെ പൊക്കം 4.5 അടി. എത്ര അടി? 4 അടി പൊക്കമുള്ളവരൊന്ന് കൈവയ്ക്കേ. ആരുമില്ല, എല്ലാം 5 അടിക്ക് വെള്ള. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരെക്കാട്ടിലും പൊക്കം കുറഞ്ഞവനാരാ? സൗൽ. 4.5 അടി പൊക്കമേ ഉള്ളൂ. ഹല്ലേലൂയ. ബലഹീനമായവൻ തൻ്റെ ബലഹീനം മാറുവാൻ 3 വട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ്റെ ബലഹീനം എന്തെന്നറിയത്തില്ല, എന്നാൽ ഒരു മുള്ളെന്നാണ് പറയുന്നത്. എന്തുവാ? മുള്ള്. ആ ശൂലം അതവനെ കുത്തിക്കൊണ്ടിരിക്കുന്നു. അവൻ 2 കൊരിന്ത്യരുടെ പുസ്തകം 12-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 12:8 മുതൽ വായിച്ചാട്ടെ. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന്. ആമേൻ. ഹല്ലേലൂയ. ഉഗാണ്ടയിൽ ഞാൻ കടന്നു പോയപ്പോൾ ഒരു വലിയ മീറ്റിങ്ങിൽ പ്രസംഗിക്കുവാൻ ദൈവം കൃപ നൽകി. 1000 കൂടിയ ഒരു മീറ്റിങ്ങിൽ, അത് ഒരു രാത്രി മൊത്തം നടക്കുന്ന ഒരു മീറ്റിംഗ്, വലിയ മീറ്റിംഗ്, ഒരു വലിയൊരു ഗ്രൗണ്ടിൽ. സ്വതന്ത്രം.
ആ മീറ്റിംഗ് പ്രാർത്ഥിച്ച് തുടങ്ങുന്നതിന് മണിക്കൂറിന് മുൻപ് ആൾക്കാർ വന്ന് ആ ഗ്രൗണ്ട് മൊത്തം നിറച്ചു. ആമേൻ. സ്റ്റേജിൽ ആരും വന്നിട്ടില്ല, സ്റ്റേജിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ വന്നിട്ടില്ല, പാടുന്നവർ വന്നിട്ടില്ല, കൊയർ വന്നിട്ടില്ല. എന്നാൽ ഗ്രൗണ്ടിൽ വന്ന ആൾക്കാർ വന്നിരുന്ന് അവിടെ ഇവിടെ പ്രാർത്ഥിക്കുക. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച. ഒറ്റ കാലുള്ള ഒരു മനുഷ്യൻ, ഒറ്റ കാലേ ഉള്ളൂ. അദ്ദേഹത്തിന് വീൽ ചെയറില്ല, അദ്ദേഹത്തിന് നടക്കുന്ന വടിയില്ല, ഒറ്റ കാലേ ഉള്ളൂ. ഇവിടം വെച്ച് കാല് കണ്ടിച്ച് കളഞ്ഞേക്കുക, ഒറ്റക്കാല്. വലത്തെ കാലോ ഇടത്തെ കാലോ ഒന്നും അറിയത്തില്ല. എന്നാൽ ആ മനുഷ്യൻ ആ ഗ്രൗണ്ട് മുഴുവനും ഒറ്റ കാലിൽ ചാടിക്കൊണ്ട് 2 കരങ്ങളും ഉയർത്തി അവൻ ഹല്ലേലൂയ സ്തോത്രം ചാടുന്നെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, പറക്കുന്നത് പോലെ ആ വലിയ ഗ്രൗണ്ട് മുഴുവനും ചാടി 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 ശക്തമായ അന്യഭാഷകൾ പറഞ്ഞ് ആരാധിക്കുന്നു. എന്താ, 2 കാലുള്ളവർക്ക് കുറച്ചു നേരം നിൽക്കാൻ കഴിയാത്തപ്പോൾ, നല്ല കാലുള്ളവർക്ക്, വാൻതോടുകളെ പോലെ കാലുള്ളവർക്ക് നിൽക്കാൻ കഴിയാത്തപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ആ കാഴ്ച, അവൻ്റെ മേൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ. ഹല്ലേലൂയ. ശക്തമായി ദൈവത്തെ ആരാധിക്കുവാൻ, ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ശക്തമായി പ്രാർത്ഥിക്കുവാൻ, ശക്തമായി ശുശ്രൂഷിക്കുവാൻ, ഹല്ലേലൂയ, മടുപ്പില്ലാതെ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ മേൽ വ്യാപരിക്കേണ്ട ശക്തി, അത്യന്ത ശക്തിയുടെ പേരാണ് ദൈവത്തിൻ്റെ കൃപ. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ പറയുന്നത്, എനിക്ക് വയ്യ, എനിക്ക് വയ്യ, എനിക്ക് മുട്ടിന് വേദനയാ, എനിക്ക് തലയ്ക്ക് വേദനയാ, എനിക്ക് നെഞ്ചിന് വേദനയാ, എനിക്ക് കൊളസ്ട്രോളാ, എനിക്ക് ഷുഗറാ. ഇല്ല പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മെ വെളിപ്പെടുമെങ്കിൽ നമുക്ക് ആത്മാവിൽ ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കുവാൻ കഴിയും. വേദനകൾ മറന്ന് ദൈവത്തിന് വേണ്ടി ആരാധിക്കുവാൻ കഴിയും. ഇന്നലെയും ഞാൻ ബൈബിളിന് അറ്റത്തുള്ള ഹല്ലേലൂയ മേപ്പൊന്ന് നോക്കി, പൗലോസ് യാത്ര ചെയ്ത സ്ഥലം, കപ്പല് ഹല്ലേലൂയ സ്തോത്രം സംവിധാനം മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പോലെ ഫ്ലൈറ്റ് ഇല്ല, ഇന്നത്തെ പോലെ ദീർഘയാത്രയ്ക്കുള്ള സൗകര്യങ്ങളില്ല. എന്നാൽ ഒരു മനുഷ്യൻ അന്നത്തെ ഹല്ലേലൂയ 3 ഭൂഖണ്ഡങ്ങൾ നടന്നും സഞ്ചരിച്ചും കൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രസംഗിച്ചുകൊണ്ട് സഭകളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. റോമാലേഖനം 8-ാം അധ്യായം വായിച്ചാൽ എത്ര അടിക്കപ്പെട്ടു, എത്ര പ്രതികൂലങ്ങൾ അവൻ അനുഭവിച്ചെന്ന് പൗലോസിന് പറയുവാനുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിലെല്ലാം ഒന്ന് മാത്രം പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്നു, ബലഹീനതയിൽ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നു, എൻ്റെ ബലഹീനതയിൽ, എൻ്റെ ഇല്ലായ്മയിൽ, എൻ്റെ തകർച്ചയിൽ, എൻ്റെ രോഗത്തിൽ, എൻ്റെ കടഭാരത്തിൻ്റെ നടുവിൽ, എൻ്റെ ഹല്ലേലൂയ ജീവിതത്തിൽ അനുഭവിക്കുന്ന വെല്ലുവിളികളുടെ നടുവിൽ, നിന്ദനകളുടെ നടുവിൽ, പരിഹാസങ്ങളുടെ നടുവിൽ കർത്താവേ ശക്തമായി ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ആവശ്യമായ കൃപ എൻ്റെ മേൽ പകരണമേ. കൃപയുണ്ടെങ്കിൽ ശക്തിയുണ്ട്. ഹല്ലേലൂയ. ചിലപ്പോൾ ശബ്ദം ഉയർത്താൻ കഴിയത്തില്ല, തൊണ്ടയൊക്കെ അടഞ്ഞു പോകാം. എന്നാൽ കൃപ വെളിപ്പെട്ട് കഴിഞ്ഞാൽ തൊണ്ട തുറക്കും. ചിലപ്പോൾ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയത്തില്ല, ബലഹീനമാണ്. എന്നാൽ എഴുന്നേറ്റ് നിന്നാൽ ആ കൃപ ഉണ്ടാകും. ഹല്ലേലൂയ. എന്തുകൊണ്ട് ചിലർക്ക് പാടുവാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് കൈതട്ടുവാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് ശബ്ദമുയർത്തുവാൻ കഴിയുന്നില്ല? ഒരു കാലഘട്ടത്തിൽ ശബ്ദമുയർത്തിയവരാണ്, ഒരു കാലഘട്ടത്തിൽ പാടിയവരാണ്, ഒരു കാലഘട്ടത്തിൽ സ്തുതിച്ചവരാണ്. ഇന്ന് സ്തുതിക്കുവാൻ കഴിയാത്തതിന്റെ കാരണം കൃപ നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട കൃപ പ്രാപിക്കട്ടെ. കൃപ ചോർന്നു പോകരുത്. കൃപയിൽ നിൽക്കണം, അന്ത്യം വരെ കൃപയിൽ നിൽക്കണം. കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. 5-ാമതായി ഹല്ലേലൂയ ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 19-ാമത്തെ വാക്യം. നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ. ആരാ പറയുന്നത്? ലോത്ത് ദൈവത്തിൻ്റെ ദൂതനോട് പറയുകയാണ്, അല്ലെങ്കിൽ ദൈവത്തോട് പറയുകയാണ്, അടിയനോട് കൃപ തോന്നിയല്ലോ. വായിച്ചേ. എൻ്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു.
പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയത്തില്ല. പക്ഷേ എനിക്ക് ദോഷം വേണ്ട. ഹല്ലേലൂയ. കരം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇനി പറയുന്നത് നിങ്ങൾ ആഴമായി കേൾക്കണം. ദൈവകൃപ നമുക്ക് ലഭിച്ചാൽ ദൈവം തൻ്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി അയക്കും. നമുക്ക് പോകുവാൻ പറ്റാത്ത സ്ഥലത്ത്, നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയാത്ത സ്ഥലത്ത്, നമ്മക്കൊണ്ട് ചെയ്യുവാൻ കഴിയാത്ത സ്ഥലത്ത്, ലോത്ത് അതാണ് പറയുന്നത്, എനിക്ക് ശക്തിയില്ല കർത്താവേ, എന്നെക്കൊണ്ട് ആ പർവ്വതം കയറുവാൻ കഴിയത്തില്ല. ആ ലോത്തിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. കൃപ ലഭിച്ചതുകൊണ്ട് ദൂതന്മാർ അവനെ സഹായത്തിനായി എത്തി. അവൻ്റെ വീട്ടിൽ സഹായത്തിനായി ദൂതനെത്തി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു ആരെങ്കിലും ഒരാളോടെങ്കിലും ദൈവത്തിന് സംസാരിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. മനുഷ്യർക്ക് സഹായിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ചിലരെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയാൽ അവർ പറയും, ആമേൻ, വലിയ രോഗത്തിലായിരിക്കുന്നവർ പറയും, എന്നെ ഐസിയുയിൽ മാത്രം കയറ്റുവാൻ നിങ്ങൾ അനുവദിക്കരുത്. എന്താ പറയുന്നത്? ഐസിയുയിൽ കയറ്റിയാൽ ആരും വന്ന് കാണാൻ പറ്റത്തില്ല. ഈ ഐസിയുടെ അകത്ത് ഹല്ലേലൂയ എന്ത് നടക്കുന്നെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു നേരം നല്ലൊരു ആഹാരം കൊടുക്കുക നമ്മളെ കൊണ്ട് കഴിയത്തില്ല. അകത്ത് കിടക്കുന്നവരുടെ ചിന്തയെല്ലാം പുറത്തുള്ള കുടുംബാംഗങ്ങളെക്കുറിച്ചായിരിക്കും. ആരെങ്കിലും ഒന്ന് വന്നെങ്കിൽ കണ്ടെങ്കിൽ. നേഴ്സുമാർ വരും, നേഴ്സ് പിള്ളേർ ഇവിടെ ഉണ്ട്. അവൻ ചിലർ പറയും, അവരെ കാണാൻ ആരും വരത്തില്ല. ചില അമ്മച്ചിമാർ വിളിച്ചിട്ട് പറയും, ഒരു പാട്ട് പാടി കേൾപ്പിക്കണം. എന്താ? ഹല്ലേലൂയ. ആരും സഹായത്തിനില്ലാത്ത ചില അവസ്ഥകൾ ജീവിതത്തിൽ വരും. കാരാഗൃഹത്തിൻ്റെ അകത്തളത്തിൽ അടയ്ക്കപ്പെട്ട് കിടന്നാൽ ആർക്കും വരുവാൻ കഴിയത്തില്ല. ആമേൻ. മീനിൻ്റെ വയറ്റിൽ പോയാൽ ആർക്കും സഹായിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. ഇന്ന് നാം കാരാഗൃഹത്തിൽ പോകണ്ട, ഐസിയുയിൽ പോകണ്ട, മീനിൻ്റെ വയറ്റിൽ പോകണ്ട, ഒന്നും വേണ്ട. എന്നാൽ പലരും കടന്നു പോകുന്നുണ്ട് ഇതേ സാഹചര്യത്തിൽ. മനസ്സിലാകുന്നുണ്ടോ? എല്ലാം ഉണ്ടെങ്കിലും എൻ്റെ വിഷയം പങ്കുവയ്ക്കുവാൻ ഒരാളില്ല. ആരോട് പറയും? എൻ്റെ ജീവിതത്തിലെ പ്രശ്നം ആര് കേൾക്കാനാ? എൻ്റെ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞാൽ ചിലർ മനസ്സിലാകുന്നില്ല. ചിലരോട് എൻ്റെ വിഷയം പറഞ്ഞാൽ അവർ അതിനെ എടുത്തിട്ട് നിന്ദിക്കുന്നു. ഇങ്ങനെ പറയുന്നവരില്ലേ? എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്ക് സഹായിക്കുവാൻ കഴിയാത്ത സ്ഥലത്ത് ദൈവത്തിൻ്റെ കൃപ നിനക്ക് ലഭിച്ചാൽ നമുക്ക് വേണ്ടി ദൂതന്മാരെ ദൈവം അയക്കും. ദൂതന്മാരെ ദൈവം അയക്കും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിങ്ങളുടെ ആത്മീയ കണ്ണുകളൊന്ന് തുറക്കണം. ഹല്ലേലൂയ. വചനം കേൾക്കുക മാത്രമല്ല, ചില വിടുതലുകൾ ഇവിടെ നടക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി ചില കുടുംബങ്ങളിൽ വെളിപ്പെടുകയാണ്, ചില ജീവിതങ്ങളിൽ വെളിപ്പെടുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ദൂതനെ ദൈവം കാരാഗൃഹത്തിൽ അയച്ചു. ദൂതൻ ഇറങ്ങിയപ്പോൾ വാതിലുകൾ 3 എണ്ണമുണ്ട്. എന്നാൽ 3 വാതിലിൻ്റെ താക്കോലില്ലാതെ ഓരോ വാതിലുകളും തുറക്കപ്പെട്ടു. ദൂതൻ ഇറങ്ങിയപ്പോൾ ആരുടെയും സഹായമില്ലാതെ ബന്ധനം അടിഞ്ഞു. ദൂതൻ ഇറങ്ങിയപ്പോൾ അരകെട്ടപ്പെട്ടവനായി പത്രോസ് ഇറങ്ങി നടന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്ക് മറുപടിയായി പത്രോസ് ഇറങ്ങി വന്നതുപോലെ ഇന്ന് പകൽക്കാലം സഭയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഈ പുതിയ മാസത്തിൽ, ഈ 9-ാം മാസത്തിൽ നിനക്ക് വേണ്ടി ദൈവം ദൂതന്മാരെ അയക്കും. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ഭാര്യയായ ഹാഗാർ നിലവിളിക്കുന്നു, കരയുന്നു. അവളുടെ കണ്ണുനീര് കാണുവാൻ അബ്രഹാമിന് കഴിഞ്ഞില്ല. അവളുടെ കണ്ണുനീര് കേൾക്കുവാൻ സാറയ്ക്ക് കഴിഞ്ഞില്ല. അവളുടെ കൂടപ്പിറപ്പുകളായി, കുടുംബാംഗങ്ങളായി, സ്നേഹിതന്മാരായി ആരുമില്ല. എന്ന ആ മരുഭൂമിയിൽ ഹാഗാറിന് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കുവാൻ ദൈവം ദൂതനെ അയക്കുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? യേശുവിന്റെ നാമത്തിൽ ആലയത്തിൽ മാത്രമല്ല, കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ ആരെക്കൊണ്ടും അടിക്കുവാൻ കഴിയാതെ ബന്ധിച്ചു കെട്ടിയ കുരുക്കുകൾ അളിക്കപ്പെടുവാൻ, ആമേൻ, തകർന്ന ജീവിതങ്ങളെ പണിയുവാൻ ദൈവത്തിന്റെ ദൂതൻ ഈ പകൽക്കാലം ഇറങ്ങട്ടെ. കൃപ, 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 അത്യുന്നതന്റെ കൃപ, സർവശക്തന്റെ കൃപ ജീവിതങ്ങളിൽ വെളിപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആമേൻ. ആറാമതായി, കൃപ ഉണ്ടെങ്കിൽ ലോകത്തിലെ മനുഷ്യന്മാരുടെ ദയവ് നമുക്ക് ലഭിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 39 അധ്യായം 21 വാക്യം. ഉൽപ്പത്തിയുടെ പുസ്തകം 39 അധ്യായം 21 വാക്യം. യഹോവ യോസേപ്പിനോട് കൂടെ ഇരുന്നു, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. ഒരാമൻ പറഞ്ഞേ. ഹല്ലേലൂയ. കൃപയ്ക്ക് മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. അർഹതയില്ലാത്ത വ്യക്തിക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് കൃപ. അർഹതപ്പെടാത്തത് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് കൃപ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അവകാശപ്പെടാത്തത് ദൈവം നമുക്ക് തരും. നമുക്ക് അർഹതയില്ലാത്തത് ദൈവം നമുക്ക് തരും. നാം യോഗ്യരല്ലെങ്കിലും യോഗ്യമായ സ്ഥലത്ത് ദൈവം നമ്മെ നിർത്തും. ഹല്ലേലൂയ. നമുക്ക് അവകാശപ്പെടാത്തതിനെ ദൈവം നമുക്ക് തരുവാൻ ദൈവം പദ്ധതി ഇട്ടാൽ മനുഷ്യരിലും ദൈവം ചലനങ്ങൾ ഉണ്ടാക്കും. ഹല്ലേലൂയ. ചില വർഷങ്ങൾക്ക് മുൻപ് ശ്രീലങ്കയിലേക്ക് പോകുവാനിടയായി. സ്വത്രം എനിക്ക് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത വേറൊരു സഹോദരനായിരുന്നു. അദ്ദേഹം അറിയാതെ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തു. സ്വത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു 2 എണ്ണത്തിൻ്റെ ആവശ്യമില്ല, ഒന്നല്ലേ, ഞാൻ ഒരാളല്ലേ ഉള്ളൂ, ഒരാൾക്ക് 2 ടിക്കറ്റ് എന്തിനാ? സ്വത്രം. 1 എണ്ണം ക്യാൻസൽ ചെയ്തു. അദ്ദേഹം ബന്ധപ്പെട്ടു, ഒന്ന് ക്യാൻസൽ ചെയ്തു. ഞാൻ പോയി ശ്രീലങ്കയിൽ ഇറങ്ങി. വീണ്ടും വന്നപ്പോൾ, എയർപോർട്ടിൽ വന്നപ്പോൾ, സ്വത്രം, കൃത്യസമയത്തിന് ഫ്ലൈറ്റ് കയറണം. സ്വത്രം. എയർപോർട്ടിലിരുന്ന വ്യക്തി പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു, ടിക്കറ്റ് ഉണ്ടല്ലോ. ടിക്കറ്റ് ഞാൻ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുക. ഹല്ലേലൂയ. എനിക്ക് വരണം, ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. എടുത്ത വ്യക്തി ടിക്കറ്റ് എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. സ്വത്രം. എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞു, ഞാൻ ക്യാൻസൽ ചെയ്തിട്ടില്ല. സത്യമാണ്, ഞാൻ ക്യാൻസൽ ചെയ്തിട്ടില്ല. 2 ടിക്കറ്റ് ഉണ്ട്. ഒന്നാണ് ക്യാൻസൽ ചെയ്തത്, ഒന്നിൽ റിട്ടേൺ ടിക്കറ്റ് ഉണ്ട്. 2 ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടില്ല. അവള് സ്വത്രം ഒരു സ്ത്രീയാ, എന്തെല്ലാമോ സംസാരിച്ചു. പെട്ടെന്ന് എഴുന്നേറ്റ് പോയി, വന്നില്ല. ആ സമയത്ത് നഖം ഫ്ലൈറ്റ് വന്നു, ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടു. ഞാനവിടെ നിൽക്കുക, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എന്നെ കൊണ്ടുവന്ന് വിട്ട ദൈവദാസനും പോയി. സ്തോത്രം. അടുത്ത ഒരു സഹോദരി അവിടെ വന്നു. എന്നെ കണ്ട ഉടനെ ചിരിച്ചിട്ട് പറഞ്ഞു, സ്തോത്രം, ഇറ്റ് ഈസ് നോട്ട് യുവർ ഫാൾട്ട്, ഇറ്റ് ഈസ് അവർ ഫാൾട്ട്. ആമേൻ. ഇത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, ഞങ്ങളുടെ ഭാഗത്ത് വന്ന തെറ്റാണ്. ആരുടെ തെറ്റായാലും ഇപ്പം ഫ്ലൈറ്റ് പോയല്ലോ, ഞാനെന്ത് ചെയ്യും? ഹല്ലേലൂയ. സ്തോത്രം. ആ സഹോദരി പറഞ്ഞു, ഭാരപ്പെടണ്ട, അടുത്ത ഫ്ലൈറ്റ് ചെന്നൈക്കുണ്ട്, ചെന്നൈയിലോട്ട് നിങ്ങളെ വിടാം. ചെന്നൈയിൽ നിന്ന് നാളെ രാവിലെ 11:30 നിങ്ങൾക്ക് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റും ഉണ്ട്. ചെന്നൈ പോയി അവൻ ഒരു ദിവസം മൊത്തം രാത്രി എയർപോർട്ടിൽ ഇരിക്കണം. അടുത്ത ദിവസം ഞാൻ എന്നെ ചെയ്യണം, വരണം. ഇത് 1ാമത്തെ ഓപ്ഷൻ. അല്ലെങ്കിൽ നാളെ രാവിലെ ഇതേ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് പോകാം. ഏതാ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ഞാൻ പറഞ്ഞു, നാളത്തെ ഫ്ലൈറ്റ് മതി. ഹല്ലേലൂയ. ഞാൻ ദൈവദാസനെ വിളിച്ചു. ആ സമയം കൊണ്ട് അദ്ദേഹം 8-10 മീറ്റിംഗ് ക്രമീകരിച്ചു ഒരു ദിവസത്തേക്ക്. യോ, ഹല്ലേലൂയ. എങ്ങനെ ചെയ്തെന്നറിയത്തില്ല. പാസ്റ്ററെ ബാ എന്ന് പറഞ്ഞ് ആമേ സ്വത്രം. അദ്ദേഹം ഒരു നാൾ കൂടെ നിൽക്കാൻ പറഞ്ഞതാ. നമുക്ക് ഡേറ്റ് തീർന്നുകൊണ്ട് വന്നതാ. സ്വത്രം. അന്ന് മൊത്തം രാത്രി ആമേൻ രാവിലെ 5 മണി വരെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് ക്ഷീണിച്ച് വീണ്ടും എയർപോർട്ടിൽ വന്നു. പുതിയ ഒരാൾ നിൽക്കുക. അതേ സ്ഥലത്ത് വന്നപ്പോൾ സോറി സാർ എന്ന് പറഞ്ഞു. വീണ്ടും സോറിയോ? ഹല്ലേലൂയ. സ്തോത്രം. ഫ്ലൈറ്റിൽ എല്ലാ സീറ്റും ബുക്കിംഗ് ആണ്. എന്നാൽ ഞങ്ങളുടെ ചിലവിൽ തന്നെ നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്ത് ബിസിനസ് ക്ലാസ്സിലേക്ക് മാറ്റിയിരിക്കുകയാണ്, ഒരു പൈസയും തരണ്ടെന്ന് പറഞ്ഞു.
ആമേൻ. ഹല്ലേലൂയ. ദയ, കൃപ വെളിപ്പെട്ടാൽ നമുക്ക് അർഹതയില്ലാത്തത് നമ്മൾ പൈസ മുടക്കാതെ ദൈവം നമുക്ക് തരും. വിശ്വസിക്കുന്നുണ്ടോ? നിനക്ക് കൃപ വെളിപ്പെട്ടാൽ പലരും ലക്ഷങ്ങൾ ഡൊണേഷൻ കൊടുക്കുന്ന സ്ഥലത്ത് ഒരു ഡൊണേഷൻ കൊടുക്കാതെ നിന്നെ ദൈവം പഠിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഇന്നലെ അന്നും അറിയത്തില്ല, ഒരു സാക്ഷി കേട്ടപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഒരു സഭയ്ക്കകത്തുള്ള ഒരു പെൺകുഞ്ഞിനെ ഒരു ദൈവദാസനെ എഴുന്നേറ്റ് നിർത്തിയിട്ട് പറയുകയാണ്, ഈ കൊച്ച് നമ്മുടെ സഭയിലെ വിശ്വാസിയാണ്, ഇവളെ പഠിപ്പിക്കുവാൻ ഗവൺമെൻറ് 5 കോടി രൂപ മുടക്കിയെന്ന്. ഏത് ഗവൺമെൻറ്? കേരള ഗവൺമെൻറ്. ആമേൻ. കിറ്റ് കൊടുക്കുവാൻ കഴിയാത്ത ഗവൺമെൻറ്, പാവപ്പെട്ടവരെ സഹായിക്കുവാൻ കഴിയാത്ത ഗവൺമെൻറ് അവൻ ഒരു വിശ്വാസി കൊച്ചിനെ പഠിപ്പിക്കുവാൻ എത്ര കോടി മുടക്കി? എന്നാ കിട്ടി? പറയുന്നില്ല നിങ്ങൾ. വേണോ കൃപ? വേണോ കൃപ? കൃപ വേണമെങ്കിൽ മുട്ടുമടക്കണം, ആലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കണം. നിനക്ക് അർഹതയില്ലാത്തത് ദൈവം നിനക്ക് തരും. നിനക്ക് അവകാശപ്പെടാത്തത് ദൈവം നിനക്ക് തരും. നിന്റെ മേൽ ആ കൃപ മാത്രം വെളിപ്പെട്ടാൽ മതി. ഹല്ലേലൂയ. അടുത്തത് പറഞ്ഞാൽ നിങ്ങൾ തുള്ളിച്ചാടി ആരാധിക്കണം. ആമേൻ. എസ്തറുടെ പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. എസ്തറുടെ പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. എസ്തറുടെ പുസ്തകം 2:17. രാജാവ് എസ്തറിനെ സകല സ്ത്രീകളെക്കാൾ അധികം സ്നേഹിച്ചു. എന്നെ തോന്നി സകല കന്യകമാരിലും അധികമായി എസ്തറോട് ഒരു പ്രത്യേകമായ കൃപ. ഒരു ആമേൻ പറഞ്ഞാട്ടെ. എസ്തറുടെ സൗന്ദര്യം കണ്ടിട്ടല്ല, എസ്തറുടെ പഠിത്തം കണ്ടിട്ടല്ല, എസ്തറുടെ കുടുംബ മാന്യത കണ്ടിട്ടല്ല, കുടുംബ ശ്രേഷ്ഠത കണ്ടിട്ടല്ല, ഇതൊന്നുമല്ല. എസ്തറെ കണ്ടപ്പോൾ തന്നെ രാജാവിന് ഒരു കൃപ വെളിപ്പെട്ടു. അവളുടെ മേൽ വെളിപ്പെട്ട കൃപ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, നീയാണ് എൻ്റെ സിംഹാസനത്തിൽ ഈ രാജ്യത്തിൽ രാജ്ഞിയായി മാറേണ്ടത്. ഹല്ലേലൂയ. അർഹതയില്ലാത്ത സ്ഥലത്ത് ആമേൻ നമുക്ക് അവകാശപ്പെടാത്തത് ദൈവം നമുക്ക് തരണമെങ്കിൽ നമ്മിൽ ഒരു പ്രത്യേകമായ കൃപ വെളിപ്പെടണം. എത്ര പേര് പറയും, ഈ പകൽക്കാലം അങ്ങയുടെ കൃപ എൻ്റെ മേൽ വ്യാപരിക്കട്ടെ, ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു കൃപ വ്യാപരിക്കട്ടെ. എസ്തറിന്റെ മേൽ വ്യാപരിച്ച കൃപ ഈ യൗവനക്കാരുടെ മേൽ വ്യാപരിക്കട്ടെ. യോസേഫിന്റെ മേൽ വ്യാപരിച്ച കൃപ സഭയിലുള്ള യൗവനക്കാരുടെ മേൽ വ്യാപരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദേശത്ത് ഉന്നതമായ സ്ഥാനത്ത് ദൈവം നിന്നെ കൊണ്ടെത്തിക്കട്ടെ. അർഹതയില്ലാത്തത്, ആമേൻ, നിനക്ക് യോഗ്യതയില്ലാത്തത്, ആമേൻ, പലരും നിന്നെ പുച്ഛിച്ച് തള്ളിയ സ്ഥലത്ത്, നിന്ദിച്ച സ്ഥലത്ത് ദൈവം സിംഹാസനത്തിൽ ഉയർത്തുവാൻ ആ കൃപ ദൈവം നമുക്ക് നൽകട്ടെ. സ്തോത്രം, 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 സ്തോത്രം. എല്ലാം കരമുയർത്തി വാ തുറന്ന് നല്ല സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് എൻ്റെ മേലൊരു കൃപ ഉണ്ടെന്ന്? എൻ്റെ കുടുംബത്തിൻ്റെ മേലൊരു കൃപ ഉണ്ടെന്ന്? ഇന്ന് വരെ ഞാൻ ആമേൻ നിന്നതല്ല, ദൈവം നിർത്തിയതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു കൃപ ഉണ്ടായതുകൊണ്ടാണ് ഒരു വീട് പണിതത്. എൻ്റെ ആമേൻ ജീവിതത്തിൽ ഒരു കൃപ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൻ ഒരു വാഹനം വാങ്ങിയത്. കൃപ ഉണ്ടായതുകൊണ്ടാണ് മക്കൾക്ക് വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കുവാൻ കഴിഞ്ഞത്. എന്തിന്? ചാകാതെ ജീവനോടുകൂടി ഇരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പുറകിൽ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ മനസ്സലിവ്, ദൈവത്തിൻ്റെ ദയവ് എൻ്റെ മേലുണ്ടായിരുന്നത്. ഹല്ലേലൂയ. ആമേൻ. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് ദൈവം നിറച്ചത് ആ കൃപ ഒന്ന് മാത്രം കൊണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇനി അല്പനേരം ആമേൻ സ്തോത്രം, ഈ കൃപ ആമേൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് പരിശോധിക്കാം. ആമേൻ. ഉള്ള കൃപ പോയോ നഷ്ടപ്പെട്ടോ എന്നൊന്ന് പരിശോധിക്കണ്ടേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. എബ്രായ ലേഖനം 12-ാം അധ്യായം. എല്ലാവരും എടുക്കണം ബൈബിള്. ആമേൻ. തുറന്ന് ഈ വാക്യങ്ങൾ ഒന്ന് വായിക്കണം. എബ്രായ ലേഖനം 12-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ എല്ലാവരും നിർത്തി നിദാനമായി ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം, എബ്രായർക്കുള്ള നിയമം 12-ാം അധികാരം 15 മുതൽ 17 വരെക്കുള്ള വസനങ്ങൾ. ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ച മലയാളത്തിൽ. ആരും
ദൈവ കൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനായോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞ യേശാവിനെ പോലെ ആകുകയോ അബദ്ധനോ ആയിത്തീരുകയും ചെയ്യാതിരുപ്പാൻ കരുതിക്കൊള്ളുവിൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എല്ലാവരും അടയാളപ്പെടുത്തി വെക്കണം. ഹല്ലേലൂയ, ആമേൻ. തമിഴിലെ കൂടെ വാസിയുങ്ങൾ. ஒருவனும் ஆமென், பாஸ்டராகட்டும், விசுவாசியாக இருக்கட்டும், தகப்பனாக இருக்கட்டும், தாயாக இருக்கட்டும், பிள்ளையாக இருக்கட்டும், ஒருவரும் தேவ கிருபை என்ன செய்யக்கூடாது. அப்படின்னா தேவ கிருபை இழந்து போகிறதற்கான வாய்ப்புகள் நிறைய இருக்கு. ஒருவனும் தேவ கிருபையை இழந்து போகாதபடிக்கு யாதொரு கசப்பான வேர் முளைத்தெழும்பி கலக்கம் உண்டாகிறதுனாலே அநேக தீட்டுப்படாதபடிக்கும் ஒருவனும் வேசி கள்ளனாகவும் ஒருவேளை போஜனத்திற்காக சேஷ்டபுத்திர பாகத்தை விற்று போட்ட ஏசாவை போல சீர்கெட்டவனாகவும் இராதபடிக்கு எச்சரிக்கையாயிருங்கள். ஏனென்றால் பிற்பாடு அவன் ஆசீர்வாதத்தை சுதந்தரித்துக் கொள்ள விரும்பியும் ஆகாதவன் என்று தள்ளப்பட்டதை அறிவீர்கள். அவன் கண்ணீர் விட்டு கவலையோட தேடியும் மனம் மாறுதலை காணாமல் പോയിവിട്ടാൻ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഒരിക്കൽ ലഭിച്ച കൃപയെ നഷ്ടപ്പെടുത്തിയാൽ വീണ്ടും അതിനെ പ്രാപിക്കുന്നത് അത്ര ഈസി അല്ല. ദൈവം നൽകിയ കൃപയെ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവം ദാനമായി നൽകിയ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവം നമുക്ക് നൽകിയ സ്ഥാനത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവം നമുക്ക് നൽകിയ താലന്തുകളെ നഷ്ടപ്പെടുത്തി കളയരുത്. എത്ര പേർ കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ, ആമേൻ. ദൈവം നൽകിയ വിശുദ്ധ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. കൃപ നഷ്ടപ്പെട്ടു പോകുവാൻ 3 കാര്യങ്ങൾ അപ്പോസ്തലൻ ഈ വാക്യങ്ങളിൽ പറയുന്നു. ഒന്ന്, കയ്പിന്റെ വേര്. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. കയ്പ് എങ്ങനെ ഉണ്ടാകും? ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നിന്ന് ഒരു വ്യക്തിയെ പറയാം. ഇതെല്ലാം പഴയ നിയമത്തിൽ നിന്ന് ഉദാഹരണം പറഞ്ഞാണ് അപ്പോസ്തലൻ പറയുന്നത്. പഴയ നിയമത്തിൽ നിന്ന് കൃപ നഷ്ടപ്പെട്ട വ്യക്തി ശൗൽ. 1 ശമൂവേലിന്റെ പുസ്തകം, ഹല്ലേലൂയ, അതിൻ്റെ 18-ാം അധ്യായം 7 മുതൽ ആമേൻ 10 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ. 1 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനം പ്രതികാരമായി ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. അപ്പോൾ കൃപ ലഭിച്ച ശൗൽ എന്നെ ചെയ്തു? ഏറ്റവും കോപിച്ചു. അടുത്തത്, ഈ വാക്ക് അവന് അനിഷ്ടമായി. അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. ഇനി രാജ്യത്വമല്ലാതെ എന്ത് ഉള്ളൂ എന്ന് പറഞ്ഞ് അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. തീർന്നില്ല. പിറ്റന്നാൾ ദൈവത്തിൻ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. അവൻ അരമനക്കകത്ത് ഉറഞ്ഞു പറഞ്ഞു, ആമേൻ, ஹல்லேலூயா. தமிழில் என்ன சொல்லப்பட்டிருக்கு? தீர்க்க தரிசனம் சொன்னானா? என்ன வந்தப்போ? பொல்லாத ஆவி வந்தது. 1 கோபம், கசப்புக்கு காரணம் சொல்கிறேன். 1 கோபம், 2 கண்ணுகடி. தமிழில் என்ன சொல்லப்பட்டிருக்கு? காய்மகாரம். சொல்லுங்க, காய்மகாரம். 3 எரிச்சல். 4 பகை.
5 அது என்னதான் மாறுது? கசப்பு. அல்லேலூயா. அந்த கசப்பு உள்ள வந்துட்டா ஒரு மரத்தினுடைய வேர் விடுகிறது போல அங்கங்கே அந்த வேராய் மாறும். இந்த வேர் உள்ள வரும்போது தேவனுடைய கிருபை நம்மை அறியாமல் நம்மை விட்டு போய்விடும். அல்லேலூயா. ஆண்டவர் சொல்றாரு, சவுலுக்கும் கிருபையை கொடுத்தேன், தாவீதுக்கும் கிருபையை கொடுத்தேன். வசனம் சொல்லுகிறது, தாவீதே, சவுலை விட்டு கிருபை விலக்குனது போல உன்னை விட்டு நான் கிருபை விலக்க மாட்டேன். உன்னை விட்டு கிருபை விலக்க மாட்டேன். ஏன் தெரியுமா? நீ காலைதோறும் என்னை தேடுகிற. நீ யார் மேலும் கசப்பு வைக்கல. தேவனால் அபிஷேகம் பெற்ற மேலே என் கையை போடாதபடிக்கு கர்த்தர் என்னை காப்பாரான்னு சொல்லி விலகி ஓடினான். ஆனால் சவுல் அப்படி இல்லை. அவன் துணிந்தான், அவன் துணிகரம் கொண்டான். ஆண்டவருடைய பிள்ளைக்கு விரோதமாக எழும்பினான். ஆண்டவரால் அபிஷேகம் பண்ணப்பட்ட தாவீதுக்கு விரோதமாக எழும்பினான். இன்னைக்கு அவன் மேலே என்ன வந்து விட்டது என்றால், தேவனுடைய ஆவி போய் அசுத்தாவி வந்து விட்டது. கசப்பு யாருக்குள்ளே இருக்கிறதோ அவர்களை குறித்து அவன் 100% கேரண்டியோடு சொல்ல முடியும், அவங்க மேல உள்ள கிருபை இழந்துட்டாங்க. அது என்ன கிருபையாக இருக்கட்டும், ஜெபமாக இருக்கட்டும், ஆராதனையாக இருக்கட்டும், பரிசுத்தமாக இருக்கட்டும், ஆண்டவருக்காய் வாழுகிற வாழ்க்கையாக இருக்கட்டும், கசப்பு வேர் உள்ள வந்தால் அவர்களுக்கு மேல என்ன இல்லை? கிருபை இல்லை, வைராக்கியம், பகை. அல்லேலூயா. வசனமே சொல்லுகிறது, காண்கிற சகோதரனை நேசிக்காதவன் காணாத தேவனிடத்தில் அன்பு கூறுகிறது எப்படி? அல்லேலூயா. பகை வச்சிருங்க, நல்லதான். பகையை உங்க வாழ்க்கையில வச்சிருக்க, நல்லதான். ஆனால் கிருபை போயிடும். எது உங்களுக்கு முக்கியம்? தேவ பிள்ளையே, சபையே, எது முக்கியம்? கிருபை வேணுமா? பகை வேணுமா? கிருபை வேணுமா? கசப்பு வேணுமா? கிருபை வேணுமா? கோபம் வேணுமா? வசனம் சொல்லுகிறது, நீங்கள் கோபம் கொண்டாலும் பாவம் செய்யாதிருங்கள். அல்லேலூயா. அல்லேலூயா. கோபம் பகையாய் மாறக்கூடாது. கோபம் கசப்பாக மாறக்கூடாது. கோபம் வைராக்கியமாய் மாறக்கூடாது. மன்னிக்கிற இருதயத்தை கர்த்தர் தருவாராக. ஆமென். ஆரும் கிருபை நஷ்டப்படுத்தி களையருது. தெய்வம் நல்கிய கிருபையில் നിന്ന് നാം വീണു പോകരുത്. കർത്താവേ, അവസാനവരെ കൃപയിൽ ജീവിക്കുവാൻ എനിക്ക് താഴ്മ തരണമേ. താഴ്മയുള്ള ഹൃദയം തരണമേ. ആമേൻ. ക്ഷമിക്കുന്ന ഹൃദയം എനിക്ക് തരണമേ. വിട്ടുകൊടുക്കുന്ന ഹൃദയം എനിക്ക് തരണമേ. ആമേ. ആ കൃപ മാത്രം എനിക്ക് മതി. ഹല്ലേലൂയ. ശക്തമായി പ്രസംഗിച്ചവർ, ശക്തമായി ആത്മാവിൽ ശുശ്രൂഷിച്ചവർ പലർ ശുശ്രൂഷയിലില്ല. കാരണം എന്താ? അവൻ കൈപ്പകത്ത് വന്നതുകൊണ്ട്. അവൻ ശക്തമായി പ്രാർത്ഥിച്ചവർ, പ്രവചിച്ചവർ ഇന്ന് പ്രവചിക്കുവാൻ കഴിയാതെ അവൻ ഹല്ലേലൂയ പീസ് പോയ ബൾബ് പോലെ ഇരിക്കുന്നു. കാരണം എന്താ? കൃപ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടത്. ഹല്ലേലൂയ. സഭയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, കൃപ നഷ്ടപ്പെട്ടാൽ ആമേൻ നമുക്ക് മുൻപോട്ട് വരുവാൻ കഴിയത്തില്ല. നമുക്ക് കൃപയിൽ നിൽക്കുവാൻ കഴിയത്തില്ല. കൃപ നഷ്ടപ്പെടുത്തി കളയരുത്. കർത്താവേ, ആ പക, പിണക്കം, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, എല്ലാ വൈരാഗ്യങ്ങൾ, കോപങ്ങൾ, പകകളെ എന്നെ വിട്ട് എടുത്തു മാറ്റണമേ. ക്രിസ്തു ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവാനുള്ള ഹൃദയം എനിക്ക് നൽകണമേ. 2 അതേ വാക്യം വായിച്ചേ. ഹല്ലേലൂയ. എബ്രായ ലേഖനം ആമേൻ 12:15. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള വേര് മുളച്ച് കലഹമുണ്ടാക്കി അനേകർ അതിനാൽ മാലിന്യപ്പെടുകയും. 2 ദുർനടപ്പ്. എല്ലാവരും പറഞ്ഞേ, ദുർനടപ്പ്. சொல்லுங்க, துர்நடப்பு. மலையாளத்தில் சிலருக்கு புரியாது, தமிழ் வேசிக்கள்ளன். வசனமே என்ன சொல்லுது? வேசிக்கள்ளன். ஒன்று வாயை திறந்து சொல்லுங்களேன். சூத்திரம். வேசி ஆழமான படுகுழி. சொல்லுங்கள், வேசி ஆழமான படுகுழி. வேசித்தனம் செய்கிறவன் தன்னுடைய சொந்த மாமிசத்துக்கு விரோதமாக என்ன செய்கிறானா? பாவம் செய்கிறான். தேவனுடைய ஆலயத்தை கெடுக்கிறவனை தேவன் கெடுப்பார். அல்லேலூயா. சகோதரா, உனக்கு ஒரு மனைவியை கர்த்தர் தந்திருக்கிறார். சகோதரி, உனக்கு ஒரு புருஷனை கர்த்தர் தந்திருக்கிறார். ஆமென். உனக்கு தந்த மனைவியோடு, உனக்கு தந்த புருஷனோடு இன்பமாயிரு, வாழ்ந்திரு. வேசி கள்ளனை கர்த்தர் நியாயம் தீர்ப்பார். சிம்சோன் தேவனால் அபிஷேகம் பண்ணப்பட்டவன். சிம்சோன் தேவனால தெரிந்தெடுக்கப்பட்டவன்.
அந்த சிம்சோன், ஹல்லேலூயா, அவன் நியாயாதிபதிகளின் புத்தகம் 16:1 சொல்லுகிறது, அவன் ஒரு வேசியை கண்டு வேசியின் இடத்திலே போனான். எங்க போனானா? இஸ்ரவேல்ல எவ்வளவு அழகான பெண்கள் இருந்தார்களே. நீ ஜெபம் பண்ணி ஆண்டவர்ட்ட காத்திருந்தால் உனக்கான ஒரு அவன் மனைவியை கத்த தரமாட்டாரா? ஹல்லேலூயா. வேசியை கண்டு போனான். ஹல்லேலூயா. ஆமென். 16:4 சொல்லுகிறது, அதற்கு பிறகு முதல்ல ஒரு வேசி அவ விட்டுட்டா. அவ விட்ட பிறகு அடுத்த என்னது? தெளிலால் இருக்கிறவளை கண்டான். ஒரு வேசிட்ட போய் முடியல, அடுத்து வேசி இப்படி போனதுனால என்னாச்சுன்னா, அவன் நல்ல மடியில படுக்க போட்டு, நல்ல தலையணையா போட்டு, நல்ல தாலாட்டி, நல்ல பாலூட்டி உறக்கி, ஆமேன், ஹல்லேலூயா, அத்தான், மச்சான், அக்கா, அண்ணா, அம்மா, அப்பா, ஹல்லேலூயா. எனக்கு தெரியல என்னன்னு என்ன சொன்னான்னு உங்களுக்கு தெரியும். தலையை கூந்துட்டாங்க சில ஆளுங்க. ராஜாவை, ஹல்லேலூயா, ஆமென். நமக்கு தெரிஞ்சதானே சொல்ல முடியும் இல்லையா? ஹல்லேலூயா. என்னமோ சொல்லி நாய வஞ்ச எண்ணத்தினால உள்ள ரகசியத்தை எல்லாம் சொல்லி போட்டான். ஒரு தடவை கட்டுனா, ஒரு தடவை மோசம் பார்க்கணும், அப்பொழுது ஜாக்கிரதையா எழும்பி இருக்கணும். ஒரு தடவை கெடுத்தா, ரெண்டாவது கெடுத்தாள், மூணாவது, ஹல்லேலூயா, வசனம் சொல்லுகிறது, நித்தம் அவள் பேசிட்டு இருந்தா அவனுக்கு மனசுக்கு என்ன இருந்தா, கடைசியில் அவன் சாகணும்னு விரும்பினான். சகோதரனே, சகோதரியே, தேவ பிள்ளையே, வேசியை தேடி நடந்தானா கடைசியில் உனக்கு முடிவு தற்கொலையாக இருக்கும். வேசியை தேடி நடந்தேனா, வேசிக்கு பின்னால, வேசித்தனத்துக்கு பின்னால போயிட்டு இருந்தேனா, கிருபை உன்னை விட்டு போயிடும், குடும்பம் உன்னை விட்டு போயிடும், பிள்ளைகள் உன்னை விட்டு போயிடுவாங்க. உன்னுடைய வாழ்க்கை யாராலும் திருப்பி கொண்டு வர முடியாது, நாசத்துக்கு நேர போய்விடும். இன்றைக்கு இந்த சத்தத்தை கேட்கிற போது கிருபை இழந்து விடக்கூடாது. தேவ கிருபை இழந்து விடக்கூடாது. தேவ கிருபை இழந்து விடக்கூடாது. தேவன் தந்த கிருபையை இழந்து போகக்கூடாது. பரிசுத்த ஆவியானவர் தெளிவாய் இந்த கால வேளையில பேசிக் கொண்டிருக்கிற அன்பு எனக்கு நிச்சயமாய் தெரியும். அல்லேலூயா. வழக்கமா 1ஆம் தேதி எடுக்கிற பிரசங்கம் தான் ஞாயிற்றுக்கிழமையில பேசுவேன் தொடர்ந்தபடியே. ஆனால் நேற்று ராத்திரி என்னட்ட சொன்னார், இது இல்லைப்பா பிரசங்கம். காலையில் 3 மணிக்கு தட்டி எழுப்பினார். அல்லேலூயா, சோத்திரம். ஜெபம் பண்ணிட்டு படுத்தேன், திரும்பவும் ஆண்டவர் தட்டினார் 4 மணிக்கு. அல்லேலூயா, சரீரம் நல்ல பலவீனம் தான். 4 மணிக்கு ஆண்டவர் இந்த செய்தியை தந்தார். வேகமாக எழுதினேன். அல்லேலூயா. இன்றைக்கு உன்னை குறித்து கர்த்தர் திட்டம் வைத்திருக்கிறார். நீ ஒரு சிம்சோனா இருக்கக்கூடாது. நீ ஒரு சிம்சோனா இருக்கக்கூடாது. சிம்சோன் கிருபை இழந்து போனான், தன்னுடைய பலனை இழந்து போனான், தனக்கு கிடைத்த அபிஷேகத்தை இழந்து போனான். கிருபை இழந்தவனுடைய கண்கள் பிடுங்கப்பட்டது. கிருபை இழந்தவனுடைய ஆமென் வேலை போனது. மாவரைக்கிறவனாய் மாறினான். கிருபை இருந்தா வீடு கிடைக்கும், கிருபை இருந்தா வாகனம் கிடைக்கும், கிருபை இருந்தா மனைவி கிடைக்கும், கிருபை இருந்தா பிள்ளை கிடைக்கும், கிருபை இருந்தால் ஆசீர்வாதம் வரும், கிருபை இருந்தால் நன்மை தேடி வரும். கிருபையுள்ள ஆமென் உள்ளவங்களுடைய வாழ்க்கையை குறித்து சங்கீதம் 23:6 சொல்லுகிறது, என்னுடைய ஜீவனுள்ள நாளெல்லாம் நன்மையும் கிருபையும் என்னை தொடரும். ஆராதிக்கிற தேவ பிள்ளையே, தேவனை சேவிக்கிற தேவ பிள்ளையே, ஜீவனுள்ள நாளெல்லாம் உன்னை கிருபை தொடரணுமா, தெளிலால் தொடரணுமா? ஜீவனுள்ள நாளெல்லாம் இருளின் ஆவிகள் உன்னை தொடரணுமா? கர்த்தர் உன் பின்னால வந்து உனக்கு உதவி செய்ய வேண்டுமா என்பதை இந்த கால வேளையில நாம் ஹல்லேலூயா யோசிக்கணும். ஹல்லேலூயா. வேசித்தனம், விபச்சாரம், அசுத்தம், ஹல்லேலூயா, அதை விட்டு விலகி ஓடணும். கிருபை இழந்து போகக்கூடாது. மூன்றாவது அவன் நல்ல மனுஷன். எல்லாம் உதாரணம் சொல்றாரு. 1 சவுல், 2 சிம்சோன், 3 ஏசா. யாரு? ஏசா. ஹல்லேலூயா. மலையாளத்தில் உள்ளவங்களுக்கு புரியணும் நம்புகிறேன். ஹல்லேலூயா. யாருக்காவது புரியணுமே. சோத்திரம். ஏசா சொல்லுங்க. ஏசா சிரேஷ்ட புத்திர பாகம் சொல்லுங்கள்.
கரத்தை உயர்த்தி ஒரு ஆமென் சொல்லுங்களேன். சபையில் நமக்கு சேஷ்டபுத்திர பாகத்தை கர்த்தர் தந்திருக்கிறார். சகோதரனுக்கு சகோதரிக்கு சேஷ்டபுத்திர பாகத்தை தந்திருக்கிறார். சுவாச பிள்ளைகளுக்கு கர்த்தர் என்ன தர்றாரு? சேஷ்டபுத்திர பாகத்தை தர்றாரு. சேஷ்டபுத்திர பாகம்னா அந்த கிருபையினால கிடைச்சது. என்ன சொல்லுங்க? மூத்த பிள்ளையா பிறந்த யார் செய்த புண்ணியம்? நம்ம செஞ்ச பிள்ளையம்மா சொல்லுங்க. ஒரு வீட்டில் ஒரு மூத்த பிள்ளை இருக்குன்னா அந்த பிள்ளை செஞ்ச ஏதாவது புண்ணியமா மூத்ததாக பிறந்தது இல்லை. ஆண்டவர் அதுக்கு மூத்ததாக வச்சுட்டாரு. கிருபை தான். கிருபையினால பிறந்தப்பா ஏசா. அல்லேலூயா. யாக்கோவுக்கு ஆசை தான் முன்னால் வரணும்னு. ஆனால் ஆண்டவர் வாக்குத்தத்தம் வேற சொல்லியிருக்கிறார். அதனால தான் ஏசா வந்தார். அல்லேலூயா. நீ கிருபையில் இருந்திருந்தேனா ஏசாவே உனக்கு ஆசீர்வாதம் இருந்திருக்கும். அல்லேலூயா. ஸ்தானம், அபிஷேகம், தாளந்து, வரம், கிருபைகள். ஆனால் ஏசாவை குறித்து சொல்லப்பட்டிருக்கிற அலட்சியம் பண்ணினான். என்னத்தை அலட்சியம் பண்ணா? சேஷ்டபுத்திர பாகத்தை. பக்கத்தில் இருக்கிறவங்களை பார்த்து சொல்லுங்க, அலட்சியம் பண்ணாதீங்க. மலையாளத்தில் என்ன வார்த்தை சொல்லப்பட்டிருக்கு? அலட்சியமாக்கி கலந்து. ஒவ்வொரு காரியமும் நமக்கு ஆண்டவர் தந்தது கிருபையாக. ஸ்தோத்திரம். நான் சில பாட்டிமாரை சந்திக்கிறேன். சில நேரத்தில் போய் நேரம் கிடைக்கும்போது பார்த்தா நடக்கிறதுக்கு பலம் இல்லை. கண்ணீரோடு சொல்கிறாங்க, பாஸ்டர் என்னைக்கு ஆராதனைக்கு வருவேன், எனக்கு ஆராதிக்காம ஜீவனே போனது போல இருக்கு பாஸ்டர். யாராவது தூக்கிட்டு வந்தால் கூட நான் வந்து ஆராதிச்சுட்டு வருவேனே. யார் சொன்னது? நடக்க முடியாத கட்டில் கிடக்கிற பாட்டிமார் அப்படி சொல்கிறாங்க. நமக்கு 2 காலு, நல்ல தெம்பு, நெஞ்ச முடித்து நடக்கக்கூடிய கிருபை எல்லாம் இருந்துட்டு நாம் இந்த ஆராதனை அலட்சியப்படுத்தினால் கர்த்தருடைய கிருபை இழந்து போவோம். ஆராதனை என்ன செய்யக்கூடாது? அலட்சியப்படுத்தக்கூடாது. சபை கூடி வருதலை விட்டு விடுகிறது போல நீங்கள் என்ன செய்யாதிருங்கள்? விட்டு விடாதிருங்கள். ஆராதனைங்கிறது 7 நாளும் ஜீவனை தந்து பாதுகாத்தாரே, 7 நாளும் அற்புதமாக நடத்தி வந்தாரே. அவன் இந்த காலையில் வந்து மகிழ்ச்சியோடு கூட கர்த்தரை துதித்து நன்றி செலுத்தி ஆண்டவருடைய பிரசன்னத்தை அனுபவித்து ஆராதிக்கிற நாளை அற்பமாக எண்ணிட்டோன்னா கிருபை நம்ம விட்டு போயிடும். அல்லேலூயா. நீங்கள் நல்லா பாருங்களேன், ஆராதனையை அலட்சியம் பண்ணுகிற ஆளுகளுக்கு மேலே என்ன இருக்குன்னு. ஒரு நாளும் கிருபை இருக்காது. ஒரு நாள் என்ன இருக்காது? கிருபை இருக்காது. அவங்க மேலே கிருபை போயிடும். வந்தாலும் உறங்கி, அவன் வந்தாலும் சோத்திரம். நான் போன வாரத்தில் சொன்ன மாதிரி இந்த சாரப்பாம்பு நெளிஞ்ச மாதிரி அப்படியே நெளிஞ்சு இப்படி எல்லாம் இருக்க காரணம் என்னென்னா கிருபை போயிட்டுன்னு அர்த்தம். இந்த நெளிகிற ஆளுகளை பார்த்தா கொஞ்சம் கவனமாக இருங்க. கிருபை போன ஆளுக கூட சேர்ந்துடாதீங்க, உங்கள் கிருபையும் போயிடும். கிருபை போன ஆளுக பக்கத்தில் என்ன செய்யாதுங்க? உட்காராதீங்க, உங்கள் கிருபையும் போயிடும். அவங்க கூட சேர்ந்துடாதீங்க. துன்மார்க்கருடைய ஆலோசனை என்ன செய்யாதீங்க? நடவாதீங்க. ஆண்டவர் உதவி செய்வாராக. கிருபை இழந்துடக்கூடாது. ஆமென். இந்த கிருபை திரும்ப கிடைக்கணும்னா திரும்ப ஜெபம் பண்ணணும். நிரப்பப்பட்டுட்டே இருக்கணும், நிரப்பப்பட்டுட்டே இருக்கணும். சோத்திரம். என் பாத்திரம் என்ன செய்யட்டும்? நிரம்பட்டும். இப்போ ஒரு பிரசங்கம் பண்ணியாச்சுன்னா நம்ம உள்ளே இருந்ததெல்லாம் குறையுது. அப்படிதானே? அபிஷேகம் குறையுது. அது திரும்ப நிரப்பப்படணும். ஒரு பேட்டரி சார்ஜ் செய்கிற மாதிரி திரும்ப திரும்ப சார்ஜ் பண்ணப்பட்டுட்டே இருக்கணும். சில பேட்டரி அடித்து போச்சு, இது சார்ஜே கேராது, என்ன செய்யக்கு? அல்லேலூயா. மனசிலாச்சா? ஆமென். நல்ல பேட்டரிட்டா சார்ஜ் ஆனால் அது நிற்கும் 3 மணிக்கூர் 4 மணிக்கூர், சில 3 நாள் 4 நாளெல்லாம் நிற்கும். சில ஃபோனு சார்ஜ் பண்ணி ஒரு ஆள்கிட்ட பேசி முடிகிறதுக்குள்ளே என்னாச்சு? அல்லேலூயா. ஆமென். கம்ப்ளைண்ட் இருக்குது. ஆமென். உள்ள சரி பண்ணணும், சரியாக்க வேண்டியது என்ன செய்யணும்? சரியாக்கணும். ஒரு ஆமென் சொல்லுங்களேன். கிருபை இழந்து போகக்கூடாது. கர்த்தாவே அந்த கிருபை எங்களுக்கு தாங்க. 2, பரிசுத்த ஆவியானவர் நமக்கு கிடைத்த கிருபை. ஆவியானவரை நமக்கு தந்திருக்கிறார். அந்த ஆவியை நம்ம என்ன செய்யக்கூடாது? அலட்சியப்படுத்தக்கூடாது. ஆமென். தீர்க்க தரிசனங்களை அலட்சியப்படுத்திடக்கூடாது. ஆமென். ஹல்லேலூயா. கர்த்தருடைய பந்தி ஆண்டவர் நமக்கு தந்த ஒரு சொத்து. என்னது? கர்த்தருடைய பந்தி. அவன் 2 வாரத்துக்கு முன்னாடி சாட்சி கேட்டீங்க இல்லையா? கர்த்தருடைய பந்தி எடுத்து என் வாழ்க்கையில் இருந்த அந்த வியாதி, பெரிய வியாதி, வயிற்று வலி அப்படியே போச்சு, சுகமாச்சு. இதெல்லாம் ஒரு சொத்து. இது என்ன செய்யக்கூடாது?
அற்பமாயிடக்கூடாது. சேஷ்டபுத்திர பாகத்தை அற்பமாக நீராதீங்க, கிருபை அற்பமாக நீராதீங்க, நமக்கு தந்த ஜெப வாழ்க்கை அற்பமாக நீராதீங்க, நமக்கு தந்த பிள்ளைகளை அற்பமாக நீராதீங்க, நமக்கு தந்த சபை அற்பமாக நீரக்கூடாது, நமக்கு தந்த ஊழியத்தை அற்பமாக நீரக்கூடாது. இனி சொல்கிறேன், கணவன் அற்பமாக நீராதீங்க. ஏய் வா போ அப்படி இப்படி அல்லேலூயா பேரை சொல்லி சோத்திரம் அது இது சோத்திரம். நான் சொல்லலை, மைக்கில் போகுது, நிறைய ஆளுங்க கேட்பாங்க, நீங்கள் பேசுகிறதில்ல நான் பேசுனேன்னா ஏன் படம்பு ஆயிரும். அல்லேலூயா. அற்பமாக எண்ணாதீங்க, அசட்டை பண்ணாதிருங்க. புருஷனை அசட்டை பண்ணால் என்ன ஆயிரும்? கிருபை போயிரும். அல்லேலூயா. அற்பமாக எண்ணாதிருங்க. ஆண்டவர் தந்த உரிமைகளை அற்பமாக எண்ணாதிருங்க. ஆண்டவர் தந்த சுதந்திரத்தை அற்பமாக எண்ணாதிருங்கள். ஆண்டவர் தந்த பிள்ளைகளை அற்பமாக எண்ணாதிருங்கள். ஆண்டவர் தந்த குடும்பத்தை அற்பமாக எண்ணாதிருங்க. சில மருமக்களை பாருங்க, சோத்திரம், இங்கெல்லாம் நல்ல மருமக்கள், கர்த்தருக்கு சோத்திரம். ஆமென். நமக்கு அந்த மருமக்கள் எல்லாம் நல்ல மக்கள், அதுக்காக சோத்திரம் சொல்லுங்களேன். என்ன இவ்வளோதான் சத்தம் வருது? சோத்திரம். அல்லேலூயா. ஆமென். இனி வரப்போகிற மருமக்களும் நல்ல மருமக்கள். நம்ம பெண் பிள்ளைகள் போகிற இடத்துல நல்லா இருக்கட்டும். ஆனால் போன இடத்துலேருந்து பெட்டியை கட்டிட்டு 3 நாளைக்கு ஒன்று வந்துட்டு இருக்கக்கூடாது. போகிற இடத்துல மரியாதைக்கு அந்த சபையில் ஒழுங்காக இருக்கணும். அல்லேலூயா. யாரும் அல்லேலூயா சொல்லலையே. அல்லேலூயா. சோத்திரம். என் வீடு எவ்வளோ நல்ல வீடு தெரியுமா? எங்கள் அம்மா எவ்வளோ நல்ல தங்கமான அம்மானு தெரியுமா? எங்கள் ஊர் இருக்கு, மழையே பெய்யாது, எவ்வளோ சூடாக இருக்குது, இந்த ஊருக்கு வந்தேன். அற்பமாக எண்ணி எண்ணி இப்போ மழை பெய்யாமல் ஆயிடுச்சு. சோத்திரம். தேசத்தை என்ன செய்யாத, அற்பமாக எண்ணாத. நம்ம எந்த வீட்டுக்கு வாழ்க்கைப்படுத்தி கொண்டு வரணும்னு அவர் வச்சிருக்கிறாரோ அந்த வீட்டுக்கு தான் கொண்டு வந்திருக்கிறாரு. அந்த வீட்டுக்கு வந்ததுக்காக நன்றி உள்ளவங்களாக இருக்கணும். நல்ல கையை வைத்து சொல்லுங்களேன், எனக்கு தந்த நல்ல கணவனுக்காய் சோத்திரம், எனக்கு தந்த நல்ல ஆமேன் மாமியாருக்காய் சோத்திரம், நல்ல மாமனாருக்காய் சோத்திரம், நல்ல தேசத்துக்காய் சோத்திரம். அற்பமாக எண்ணி விடாத உன் மேலே இருக்கிற கிருபையை நீ என்ன செய்வேன்? இழந்துருவேன். அல்லேலூயா. சோத்திரம். கிருபைக்காய் ஸ்தோத்திரம், கிருபைக்காய் ஸ்தோத்திரம். நிற்பதும் கிருபை, நிர்மூலமாக அலறுக்கிறதும் கர்த்தருடைய கிருபை. இந்த கால வேளையில் அந்த கிருபை நம்ம மேலே வெளிப்படட்டும். யாராவது கிருபை இழந்திருந்தா, ஆண்டவரே அந்த கிருபை எனக்கு தாங்கப்பா. கிருபை இருந்தால் நம்மை பாதுகாக்கும், கிருபை இருந்தால் தூதர்களை அனுப்பி நமக்கு உதவி செய்வார், கிருபை இருந்தால் தேவ பிரசன்னம் நம்மோடு கூட இருக்கும், கிருபை இருந்தால் பாவ மன்னிப்பு நமக்கு கிடைக்கும், கிருபை இருந்தால் ஹல்லேலூயா நமக்கு தகுதி இல்லாததை கர்த்தர் நமக்கு தருவார். கிருபை இல்லாம இருந்தால் நம்மை ஹல்லேலூயா அருகதை இல்லாத இடத்துல கொண்டு வந்து கர்த்தர் அமர பண்ணுவார். எத்தனை பேர் சொல்ல முடியும், எனக்கு தேவையில்லை அந்த கிருபை தான்? பலகீனத்தில் பலன் உண்டாகும். வியாதி படுக்கையில் அந்த கிருபை இருந்தால், இல்லை வியாதியில் நான் கிடக்க மாட்டேன், இந்த வியாதி இருந்தாலும் கர்த்தருக்காய் பலத்த காரியத்தை செய்வேன்னு சொல்லி பவுல போல எழுந்திருக்க முடியும். எஸ், நின்ற பலகீனதையில் என்ற கிருபை எனக்கு மதி, என்ற கிருபை எனக்கு மதி, என்ற கிருபை எனக்கு மதி. ஹல்லேலூயா. எத்தனை பேருக்கு பறையுவான் கடியும் அல்ப நேரம் தெய்வத்தை வந்து ஸ்துதிச்சாட்டு.